ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തായി ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കാലഘട്ടത്തിൽ വീണ്ടും ഇതുപോലെയുള്ള ആക്രമണ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ചില വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. ഒരു വശത്ത് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ക്രൈസ്തവരുടെ വിശ്വാസം ആർജിച്ചെടുക്കുവാനായിട്ടുള്ള നടപടികൾ അവർ നീക്കുമ്പോൾ, മറുവശത്ത് ചില തീവ്ര ഹൈന്ദവ സംഘടനകൾ ക്രൈസ്തവരോടുള്ള അങ്ങേ അറ്റത്തെ അസഹിഷ്ണുത പുലർത്തിക്കൊണ്ട് മതപരിവർത്തനം എന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവ നേതാക്കന്മാരെ, ക്രൈസ്തവ സഭകൾ മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അവരെ ക്രൈസ്തവർക്ക് നേരെ ചില ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ നടത്തുകയുണ്ട്. ഈ വിഷയത്തിൽ ക്രൈസ്തവർക്കുള്ള ആശങ്ക രേഖപ്പെടുത്തുന്നതോടൊപ്പം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ് ഇന്ന് ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എക്ലേസിയ യുണൈറ്റഡ് ഫോറം ചെയർമാൻ ഫാദർ ജോൺസൺ തേക്കടയിൽ, കേരള കോൺഗ്രസ് ഉന്നത അധികാര സമിതി അംഗം ശ്രീ ജോസഫ് IAS, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ T. ദേവപ്രസാദ്, 3 പേർക്കും ഈ ചർച്ചയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം ഫാദർ ജോൺസൺ തേക്കടയിൽ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ ഒരു വലിയ സംഘർഷം ഉണ്ടായി. അവിടെ സഭാവ്യത്യാസമൊന്നുമില്ലാതെ കത്തോലിക്കരെയും പെന്തക്കോസ്തുകാരെയും എല്ലാം കുറെ പേർ ചേർന്ന് സംഘടിതമായി ചേർന്ന് ആക്രമിച്ച് അവിടുത്തെ ദേവാലയങ്ങൾ തകർക്കുകയും നിരവധിയായിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങളെ വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയും ചെയ്തു. അങ്ങ് അത് നേരിട്ട് അവിടെ പോയി കണ്ട ഒരു വ്യക്തിയുമാണല്ലോ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്ത് പാസ്റ്ററെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മതപരിവർത്തനം ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്താണ് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം ഇന്ത്യയിൽ വീണ്ടും ആരംഭിക്കാനുള്ള കാരണം എന്തായിരിക്കും? എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇത് വളരെ പ്രശ്ന സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമായിരിക്കാൻ ഷക്കീന TV ഈ വിഷയത്തെ സംബന്ധിച്ചൊരു ചർച്ച നടപ്പിൽ വരുത്തുന്ന അല്ലെങ്കിൽ നടത്തുന്നത് വളരെ ഉചിതമായിട്ടുള്ള സന്ദർഭത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട്, ദിവസങ്ങളല്ല മാസങ്ങളായിട്ട്, ഭാരതത്തിന്റെ മധ്യപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഉത്തര പ്രദേശങ്ങളിലുമൊക്കെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും ഞാനും കൂടെ നമ്മുടെ ക്രൈസ്തവ സഭകളുടെ ഒരു പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ പ്രദേശങ്ങളിൽ പോയി, നാരായൺപൂർ പ്രദേശത്തൊക്കെ പോയി നേരടിയായി അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാണുകയും അവരുടെ വേദനകൾ കേൾക്കുകയും അവരുടെ സങ്കടങ്ങൾ കാണുകയൊക്കെ ചെയ്തു. അന്ന് ഞങ്ങള് ഉന്നതതല മന്ത്രിമാരെയൊക്കെ കാണാൻ ഇടയായിത്തീർന്നു. അവരോട് പ്രശ്നങ്ങൾ പറഞ്ഞു എത്രയും വേഗത്തിൽ പരിഹാരം കണ്ടെത്തും എന്ന് പറഞ്ഞു. എങ്കിലും ആ പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വീണ്ടും അവിടുന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മറ്റൊരു ടീമിനോട് ചേർന്ന് ആ പ്രദേശങ്ങളിൽ പോകുവാനും അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങളെ നേരടിയായി കാണുവാനുള്ള അവസരം കിട്ടി. അത് വളരെ നിർഭാഗ്യകരമാണ്. അന്ന് വളരെ പ്രയാസപ്പെട്ട്, ഒരുപക്ഷെങ്കില് നമ്മുടെ ഇടുക്കിയുടെ MP ആയിരിക്കുന്ന ഡീൻ കുര്യാക്കോസിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ട് ശ്രീ KC വേണുഗോപാലിന്റെ നിർബന്ധപൂർവമുള്ള ഇടപെടൽ കൊണ്ട് മുഖ്യമന്ത്രിയെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു ഛത്തീസ്ഗഡിലെ. അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശദമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയുകയില്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ അറിയുകയില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായിട്ടുള്ള മുൻ മന്ത്രിമാരെ ഞങ്ങൾ നേരിൽ കാണുവാൻ ഇടയായി. അതിനകത്ത് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കേദാർ കേസിഫ് എന്ന് പറയുന്നതായ യുവമന്ത്രി, അദ്ദേഹം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹമാണ് ഇതിന്റെ പിന്നിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ നിന്നൊക്കെ അവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കണ്ട് ഞങ്ങള് നിരവധി സമയം, ഒരുപാട് സമയം അദ്ദേഹത്തോട് ചർച്ച ചെയ്യുകയും അദ്ദേഹം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വിനയത്തോടുകൂടെ കേൾക്കുകയും ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാതിരിക്കാൻ കൊണ്ട് അദ്ദേഹം ശ്രദ്ധിക്കാമെന്ന് ഉറപ്പു തരികയൊക്കെ ചെയ്തു. മാത്രമല്ല, 100 കണക്കിന് പള്ളികൾ അവിടെ അടഞ്ഞു കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ മുൻ ഫിനാൻസ് മിനിസ്റ്ററെ ഞങ്ങള് നേരിൽ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ബഹുമാനപ്പെട്ട ബ്രിജിലാൽ മോഹൻ അഗർവാൾ എന്ന് പറയുന്ന അദ്ദേഹത്തെയും കണ്ടു. അദ്ദേഹം ഇപ്പോൾ BJPയുടെ MLA ആണ്. അദ്ദേഹത്തെയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങള് ചെന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ച 128 പേര്
ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കുകയാണ്. അവരുടെ നാടുകളിൽ നിന്ന്, അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ചെതറിപ്പോയിട്ട് ചെറിയ ചെറിയ ഈ ഷെഡുകൾ പണിത് അതിനകത്ത് കഴിഞ്ഞ ഡിസംബർ 18 മുതൽ കഴിഞ്ഞുകൂടിയാണ്. ഒരു സങ്കടകരമായ കാര്യം കണ്ടത്, അതിനകത്ത് വന്ന ആളുകള് അവരൊക്കെ കരയുന്നുണ്ട് ഞങ്ങളോട് സംസാരിക്കും. പക്ഷെ ആ കരച്ചിലിന്റെ ശബ്ദം പോലും വെളിയിലേക്ക് വരുന്നില്ല. ഒരു കുഞ്ഞ് അമ്മയുടെ കയ്യിലിരുന്ന് ഉച്ചത്തിൽ വാവിട്ട് കരയുന്നുണ്ട്, പക്ഷെ ആ ശബ്ദം പോലും വെളി വരുന്നില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കടം തോന്നി ചോദിച്ചു, എന്തുകൊണ്ടാണ് കുഞ്ഞിന്റെ ശബ്ദം വെളിയിലേക്ക് വരാത്തെ? അപ്പൊ അത് കേട്ടുകൊണ്ടിരുന്ന ഒരാള്, ഒരു വയോവൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങളെല്ലാം കരയുകയാണ് ഫാദറെ, പക്ഷേ ഞങ്ങളുടെ ആരുടെ ശബ്ദം വെളിയിലേക്ക് വരുന്നില്ല എന്ന്. അപ്പൊ ആ അവസ്ഥയിലേക്ക് അവിടുത്തെ ജനങ്ങള് വളരെ ഭയമുള്ളവരും വേദനാജനകവുമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അതിനുശേഷം മധ്യപ്രദേശിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത അതിനേക്കാളും ദാരുണമായിട്ടുള്ളതാണ്. ഒരുപാട് സഭകള്, പള്ളികൾ അവിടെ കത്തിച്ചിരിക്കുന്നു. അത് കൂടാതെയാണ് ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ നടക്കുന്ന ഒരുപാട് പീഡനങ്ങൾ. ഇപ്പോൾ ഈ ഗാസിയാബാദിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ കുടുംബത്തെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. സിസ്റ്റർ ജിജി, അവര് UCP, യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രേ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ക്രൈസ്തവ സഭകളെ എല്ലാം കൂടെ ഒരുമിപ്പിച്ച് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഒരു ഓർഗനൈസേഷൻ അല്ല, ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന, ദേശീയ തലത്തിൽ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രിയപ്പെട്ട സിസ്റ്ററാണ് അവര്. അവരും അവരുടെ കുടുംബവുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ ഞാൻ മനസ്സിലാക്കി ശരിയാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ അവരുടെ ചർച്ചിൽ നിന്ന് 2 പേരെ കൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആരോപണങ്ങൾ അവരുടെ മേലൊക്കെ ആരോപിക്കുകയാണ്. വസ്തുനിഷ്ഠപരമായിട്ട് യാതൊരു സാധുതയുമില്ലാത്ത, യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത ആരോപണങ്ങളാണ് അവരുടെ മേലൊക്കെ ഉന്നയിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പാസ്റ്റർ കുടുംബത്തെ എനിക്കറിയാം. അവർക്ക് വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന നാളുകളുണ്ട് ഈ അടുത്ത സമയങ്ങളിൽ അവര് വീട് മാറേണ്ടി വന്നപ്പോൾ കൂടുതൽ നമുക്കറിയാമല്ലോ, ഡൽഹി പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വാടകയ്ക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതെല്ലാം അവർ അനുഭവിച്ചുകൊണ്ടാണ് അവിടെ ജീവിക്കുന്നത്. അപ്പൊ അവരുടെ മേൽ ഇട്ടിരിക്കുന്ന അലിഗേഷൻ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ 2 ലക്ഷം രൂപ വീതം ഓരോരുത്തർക്കും കൊടുക്കാന്ന് പറഞ്ഞ് അവരെ മതപരിവർത്തനത്തിലേക്ക് നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകളെ കേസ് FIR ഇട്ടിരിക്കുന്നത്. വളരെ വളരെ തെറ്റായ, വളരെ മോശമായ, യാതൊരു വിധത്തിലുള്ള സത്യസന്ധതയും ഇല്ലാത്ത വാചകങ്ങളാണ് അവയെല്ലാം. ഈ പാവപ്പെട്ട പാസ്റ്ററും കുടുംബവും അവര് ആത്മീയമായിട്ട് സമ്പന്നരാണ്, സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവർക്ക് 2 മക്കളുണ്ട്. ആ മക്കളുടെ ഒരാളുടെ പഠനം കഴിഞ്ഞതേ ഉള്ളൂ, മറ്റൊരാള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് നേരടിയായിട്ട് അറിയാം. അവരുടെ മാത്രമല്ല, ഇതുപോലെ ഇപ്പൊ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്ന നിരവധി പേർ ഫത്തേപൂരില്, UP തന്നെ ഫത്തേപൂരില് അവിടെ ചില വൈദികര് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു ഹോസ്പിറ്റല്, ഇമ്മാനുവൽ ഹോസ്പിറ്റൽ അസോസിയേഷന്റെ EMH എന്ന് പറയുന്ന അസോസിയേഷന്റെ ഹോസ്പിറ്റല്, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സാധാരണക്കാരെ പോലും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർക്കൊന്നും ബെയിൽ കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം അവിടെ നമുക്കറിയാവുന്ന പോലെ അലഹബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ വൈസ് ചാൻസലർക്കും അവിടുത്തെ ഡയറക്ടർക്കും ഒന്നും തന്നെ ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾ ഈ അടുത്ത സമയങ്ങളിൽ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ആളുകളുടെ ഒത്താശയില്ല എന്നാണ് അവർ പറയുന്നതെങ്കിലും അവരുടെ മൗനാനുവാദത്തോടുകൂടെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ നേതാക്കളുമായിട്ട് പല സന്ദർഭത്തിൽ അവർ വിളിക്കുകയും ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തു. സംസാരിച്ച സമയത്ത് അവരൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ്: മേലിലിരിക്കുന്ന ആളുകൾ ഇതൊന്നും അറിയുന്നില്ല, ലോക്കൽ ആളുകൾ ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. ഒന്നുമല്ല, ലോക്കലായിട്ട് ചെയ്യുന്ന ആളുകൾ, അവർക്ക് മേലെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഗ്രാഹ്യമുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അതിനൊരു താക്കീത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ പ്രശ്നം ഉണ്ടാകുകയില്ലല്ലോ. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാണ് അവിടെയും ഇവിടെയും ഒക്കെ നടക്കുന്നത്. അതിന്റെ പേരിൽ ഗവൺമെന്റിനെ പഴി ചാരാൻ പാടില്ല എന്നാണ് അവർ പലപ്പോഴും ആവർത്തിക്കുന്നത്. അല്ല, അതിപ്പം BJP ഗവൺമെന്റ് മാത്രമല്ല, ഛത്തീസ്ഗഡ് ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റാണ്. അവിടുത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി തന്നെ ഞങ്ങളെ കാണാൻ വിസമ്മതിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അനുവാദം തന്നില്ല. 2ാമത്തെ പ്രാവശ്യം ഞങ്ങള് 22-ാം തീയതി മുതൽ ഞങ്ങള് ശ്രമിച്ചെങ്കിലും ഞങ്ങൾക്ക് 24-ാം തീയതിയാണ് കഴിഞ്ഞത്. 20-ാം തീയതി ഞങ്ങൾ അവിടെ എത്തി. പക്ഷേ 20-ാം തീയതി അനുവാദം തന്നില്ല, 21-ന് തന്നില്ല, 22-ന് ഞങ്ങൾ നിർബന്ധമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് സാധിച്ചില്ല. 24-ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ MP അദ്ദേഹം ഡീൻ കുര്യാക്കോസിന്റെ വളരെ സമ്മർദ്ദത്താൽ KC വേണുഗോപാൽജി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അനുവാദം കിട്ടിയത്. അപ്പം അവരെയൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുക. ഈ സമയത്ത് അദ്ദേഹം, ഈ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, നിങ്ങള് വീടുകളിൽ എന്തിനാണ് ഈ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്? പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ പോലെ. ചോദിക്കട്ടെ, നമുക്ക് വീടുകളില്, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സന്ധ്യാപ്രാർത്ഥനകളില്ലേ? നമ്മുടെ വീടുകളിൽ പ്രഭാത പ്രാർത്ഥനകളില്ലേ?
അവിടെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനും പാടാനും സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഇന്ന് എന്ത് സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് നമുക്കുള്ളത്? ഏത് തരത്തിലുള്ള മത സ്വാതന്ത്ര്യമാണ് നമ്മുടെ രാജ്യം നമുക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്? അപ്പൊ ഇത് വീടുകളിൽ മാത്രമല്ല, പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മുടന്തൻ ന്യായമാണ്. പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും വിഷയമാണ്. പള്ളികൾ അടച്ചു കിടക്കുകയാണ്. പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, പക്ഷെ പള്ളികൾ അടച്ചു കിടക്കുകയാണ്. പള്ളികൾ തുറക്കപ്പെടുന്നില്ല, തുറക്കാൻ അനുവദിക്കുന്നില്ല. പള്ളികൾ കത്തിച്ചു കളയുന്നു, JCB വെച്ച് തകർത്ത് കളയുന്നു. ഇത് ഞാൻ വെറും അഭ്യൂഹം പറയുന്നില്ല, നേരടിയായി പോയി കണ്ട് മനസ്സിലാക്കി കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇത് ഈ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വന്നിട്ട് എന്തും പറഞ്ഞ് കേരളത്തിലുള്ള ക്രൈസ്തവരെ എങ്ങനെയെങ്കിലുമൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്നുള്ള ഒരു തന്ത്രമാണ് ഇതിനകത്തിരിക്കുന്നത് എന്നുള്ളത് മറന്നുപോകും. ഞാൻ ഫാദർ മടങ്ങി വരാം. ശ്രീ MB ജോസഫ്, അങ്ങ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ പാർട്ടി നേതൃത്വം വഹിക്കുന്ന ഒരു സംവിധാനത്തിലുള്ള കേരള കോൺഗ്രസിന്റെ ഉന്നത അധികാര സമിതിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങയുടെ പാർട്ടിയുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കേരള കോൺഗ്രസ് പോലെയുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് നേടി വിജയിച്ചിട്ടുള്ള പാർട്ടി നിങ്ങളുടെ അംഗങ്ങൾ, MLA-മാര് അല്ലെ MP-മാർ, അവരാരും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇത്ര ദാരുണമായ ഒരു സംഭവം നടന്നിട്ട് പോലും പല ക്രൈസ്തവ നേതാക്കന്മാരും ഒരക്ഷരം മിണ്ടി കാണുന്നില്ല. സാർ എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്? കേരള കോൺഗ്രസ് UDF-ന്റെ ഒരു ഭാഗമാണ്. UDF മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. 130 വർഷത്തിന്റെ 138 വർഷം പഴക്കമുള്ള കോൺഗ്രസ് പാരമ്പര്യത്തിന്റെ ഭാഗമായ പാർട്ടിയാണ്. ഇന്ത്യക്ക് സംഭാവന ചെയ്ത മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു ഒക്കെ അനേകം വർഷം ഇതിനൊക്കെ വേണ്ടി ജയിലിൽ പോയി. ആദ്യം ഹിന്ദു മുസ്ലിം ഒരുമയ്ക്ക് വേണ്ടി ജയിലിൽ പോയി. 10-12 നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും, ഒരു ദിവസം ജയിലിൽ 10-12 വർഷമൊക്കെ ജയിലിൽ കിടന്നിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ലഭ്യമാക്കിയത്. അന്ന് നമ്മുടെ ഭരണഘടന വളരെ വ്യക്തമായിട്ട് ഇതൊരു മതേതര രാഷ്ട്രമാണെന്ന് ഉള്ളത് വളരെ വ്യക്തമായിട്ട് ഭരണഘടനയിൽ പറയുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട്, ഒരു 10 വർഷമൊക്കെ ആയിട്ട്, ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, വളരെ സംഘടിതമായിട്ടുള്ള ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ക്രൈസ്തവരായ നമ്മളും ആ കെണിയിൽ വീണു പോയിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പുതിയൊരു പേര് കഴിഞ്ഞ 1-2 വർഷമായിട്ട് കേൾക്കുന്നത് ക്രിസംഗികൾ. ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന നമ്മള് എങ്ങനെ സംഘികളാക്കും? ഇത്രയും ആഭാസം ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയില്ല ക്രിസംഗികൾ. അങ്ങനെ നമ്മള് ആ ഒരു ചിന്താഗതിയിലേക്ക് മാറാണ്. വലിയ ആപത്താണ്. പണ്ട് യൂതന്മാരെ അന്ന് ഹിറ്റ്ലർ വേട്ടയാടിയപ്പോഴ് അന്നത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിത ഞാൻ ഓർക്കുന്നു. ഫസ്റ്റ് ദേ കെയിം ഫോർ ദ ജൂസ്. ആദ്യം അവർ യൂതന്മാർക്ക് വേണ്ടി വന്നു, പിന്നെ അവര് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി വന്നു, പിന്നെ അവര് മറ്റുള്ളവർക്ക് വേണ്ടി വന്നു, പിന്നെ കത്തോലിക്കർക്ക് വേണ്ടി വന്നു. അവസാനം ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് വേണ്ടി വന്നപ്പോൾ ആരും എന്നെ രക്ഷപ്പെടുത്താൻ ഉണ്ടായില്ല. നമ്മുടെ ഇസ്ലാമിക സഹോദരന്റെ വടക്കേ ഇന്ത്യയിൽ വേട്ടയാടുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നു. അവരെ ആൾക്കൂട്ടക്കൊല നടത്തുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നു. ബീഫ് കൂട്ടുന്ന നമ്മള് അവര് ബീഫ് കൊണ്ടുപോകുന്നു, പശുവിനെ അറക്കാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് അവരെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. ഇത് ആദ്യം നമ്മളായിരിക്കില്ല വേട്ടയാടപ്പെടുന്നത്. ആദ്യം മറ്റ് മുസ്ലിം 16-20% ഉണ്ടാവുകയായിരിക്കും വേട്ടയാടപ്പെടുന്നത്. അതിനുശേഷം പിന്നെ തീർച്ചയായിട്ടും ക്രിസ്തുമതത്തിൽപ്പെട്ട നമ്മുടെ ബൗദ്ധമതത്തിൽപ്പെട്ട, സിഖ് മതത്തിൽപ്പെട്ടവരായിരിക്കും. അത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയും. അത് വലിയ നിർഭാഗ്യമാണ്. BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷം കേന്ദ്രം ഭരിക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഈ ഹൈന്ദവ രാഷ്ട്രത്തിലേക്കുള്ള ആ നീക്കം വളരെ വേഗത ആർജിച്ചിട്ടുണ്ട്. ഇത് BJP അല്ല ചെയ്യുന്നത്, ഹിന്ദു മഹാസഭയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് RSSന്റെ മറ്റ് പോഷക സംഘടനകളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒളിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം RSSന്റെ തന്നെ വകഭേദങ്ങളാണിത്. RSS ഒരു ഹിന്ദു രാഷ്ട്രം ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് 100 വർഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് പല പോഷക സംഘടനകളുണ്ട്. BJP അതിന്റെ രാഷ്ട്രീയ മുഖം മാത്രമാണ്. പക്ഷെ ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ ഒരു സംഘടനയുടെ കീഴിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം.
BJP ഇതിനകത്തൊന്നും പെടില്ല. മറ്റുള്ള അവരുടെ ഹിന്ദു മഹാസഭയോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് അവരുടെ പോഷക സംഘടനകളാണ് ഇതിനകത്ത് പെടുന്നത്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. ആദ്യം ജൂതന്മാർക്ക് വേണ്ടി വന്നു, പിന്നെ കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടി വന്നു, പിന്നെ സോഷ്യലിസ്റ്റുകാർക്ക് വേണ്ടി വന്നു, പിന്നെ കത്തോലിക്കരും മറ്റുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ വന്ന ആ കഥ തന്നെ ഇന്ത്യയിൽ നമ്മള് പ്രവർത്തിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു രീതിയിലേക്ക് പോകും. എന്റെ മതം ആ അവകാശം ആർക്കും ഇല്ല എന്ന് പറയാൻ സാധിക്കും. എനിക്ക് നാളെ മതം മാറി ഹൈന്ദവനാകണമെങ്കിൽ അതും എന്റെ അവകാശമാണ്. അത് എന്റെ ഒരു മൗലിക അവകാശമാണ്. ഞാൻ മുസ്ലിം ആകുന്നത് എന്റെ അവകാശമാണ്. അതേപോലെ തന്നെ എന്റെ മതത്തെ പറ്റി പറയുന്നത് എന്റെ അവകാശമാണ്. അത് ഇല്ല എന്ന് പറയുന്നത് നമുക്ക് അത് ഏത് ഭരണഘടനയിലും വന്നാലും അതൊരു മനുഷ്യ അവകാശത്തിന് വലിയ ലംഘനമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു പ്രഘോഷണം എന്റെ മതത്തെ പറ്റി പറയാനായിട്ടുള്ള അവകാശം എനിക്കുണ്ട്. ആ പറയാനായിട്ടുള്ള അവകാശം ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. അത് കേട്ടിട്ട് ഇപ്പൊ നാളെ ഹിന്ദു ആയി മാറണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതും എന്റെ അവകാശമാണ്. അതും ഹിന്ദു ആകാൻ പാടില്ല, മുസ്ലിം ആകാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ഒരു പ്രവണത വലിയ അപകടത്തിലേക്ക് പോകും. അതിന്റെ അപകടത്തിന്റെ വ്യാപ്തി നിർഭാഗ്യവശാൽ ഹിന്ദുത്വ പറഞ്ഞ് നടക്കുന്നവര് മനസ്സിലാക്കുന്നില്ല. ഇന്ത്യ ഒറ്റപ്പെടുകയാണ് ലോകത്തിന്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 198 രാജ്യങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. UN 10-20 കൊല്ലമുള്ള ആരംഭിച്ചതാണ്. കഴിഞ്ഞ വർഷം ഈ 21 ഡിസംബറിൽ ഞാൻ അർമേനിയ സന്ദർശിക്കാനായിട്ട് ഞാൻ വിസ ആവശ്യപ്പെട്ടു, ഇലക്ട്രോണിക് വിസ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ വിസ നിഷേധിക്കപ്പെട്ടു. ഒറ്റ നോട്ടത്തിന് നിഷേധിക്കപ്പെട്ടാണ് ചെയ്തത്. ഞാൻ വിചാരിച്ചു തെറ്റ് പറ്റിയിട്ടാണെന്ന് വിചാരിച്ച് ഞാൻ ഇന്ത്യയിലത്തെ IAS ഉദ്യോഗസ്ഥനാണ്, മറ്റേതാണ് മറിച്ചതാണ്. UN-ലായിരുന്നു ഞാൻ. UN 20 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് UN പെൻഷൻ ഉണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് രണ്ടാമതും അർമേനിയയിലെ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. മിനിറ്റുകൾക്കകം അത് നിഷേധിച്ചു വന്നു. അതൊരു വശം. ഈ കഴിഞ്ഞ 2022 ഡിസംബറിൽ എന്റെ മകൻ ഷാർജയിലാണ്. അവിടെ നിന്ന് ഞാൻ ആദ്യം, പിന്നെ 22 എനിക്ക് വിസ കിട്ടി. ഞാൻ അർമേനിയ പോയി. യെരവാനില് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് പോയത്. 30-ാം തീയതി ഞാൻ അർമേനിയയുടെ തലസ്ഥാനമായ യെരവനിൽ നിന്ന് പഴയ യുഗോസ്ലാവിയ, ഇപ്പോഴത്തെ സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഏജിയൻ എയർ, ഗ്രീക്ക് എയർലൈൻ ഏജിയൻ എയർലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 30-ാം തീയതി അവിടെ ചെന്ന് 31-ാം തീയതി 1-ാം തീയതി 2-ാം തീയതി ന്യൂ ഇയർ അവിടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പൊ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് രാവിലെ 6:30-ാണ് ഫ്ലൈറ്റ്. 2 മണിക്ക് എനിക്ക് തണുത്ത അർമേനിയയുടെ ആ തണുപ്പിൽ ഞാൻ എയർപോർട്ടിൽ ചെന്ന് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു, നീണ്ടു നിന്നു. ഞാൻ ആ കൗണ്ടറിൽ എത്തി. തലേ ദിവസം വെബ് ചെക്ക് ഇൻ ചെയ്തതാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്നത്. അവിടെ ചെന്നപ്പോ എന്നെ നോക്കിയിട്ട് അവിടുത്തെ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങള് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. എന്നെ കണ്ടാൽ അറിയാലോ, ഇന്ത്യ എന്നാണ്. ഒറ്റ നോട്ടത്തിൽ എന്നോട് പറയാ, ഇന്ത്യക്കാർക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ അവകാശമില്ല. ഞാൻ ആശ്ചര്യപ്പെട്ടു. ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ഇന്ത്യൻ പാസ്പോർട്ട് കാണിച്ചു. ഇന്ത്യൻ പാസ്പോർട്ടിൽ 10 വർഷത്തെ US വിസ ഉണ്ടായിരുന്നു, അത് കാണിച്ചു. ഇല്ല, ഞങ്ങൾക്ക് കർശനമായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, ഇന്ത്യക്കാരെ ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ബെൽഗ്രേഡിൽ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നുള്ള നിർദ്ദേശം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വെബ് ചെക്ക് ഇൻ ചെയ്തപ്പോ ഇതുണ്ടായിരുന്നല്ലോ. വെബ് ചെക്ക് ഇൻ ചെയ്തപ്പോ ഇന്ത്യൻ പാസ്പോർട്ട് നമ്പറും ഇന്ത്യൻ പാസ്പോർട്ടുകാരനാണെന്നും ഞാൻ ഇന്ത്യയാണ് എന്റെ നാഷണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും അവിടെയൊന്നും തടസ്സം ഉണ്ടായിരുന്നല്ലോ. എന്താ നിങ്ങൾ എയർപോർട്ടിൽ വന്നിട്ട് ഇത് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് സ്വകാര്യമായിട്ട് നൽകിയിരിക്കുന്ന അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക്, ലോകത്തുള്ള ഏജിയൻ എയറിന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് അവരുടെ ഫ്ലൈറ്റിലേക്ക് കയറ്റാൻ. നമ്മൾ ഇവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ടോ നമ്മുടെ അല്ല. നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ യശസ് ലോകത്തിന്റെ മുമ്പിൽ കീഴോട്ട് പോകണം. അതിന്റെ കാരണങ്ങൾ പലതും ഉണ്ട്. ഈ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഒരു കാരണവശാലും ലോകത്തിന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വളർന്നതൊക്കെ തമിഴ്നാട്ടിലാണ്, ചെന്നൈയിലാണ് പഠിച്ചത്. ചെന്നൈയിലാണ് എന്റെ എല്ലാ അന്നത്തെ ചെറുപ്പത്തിലെ കൂട്ടുകാരെല്ലാവരും ക്രിസ്ത്യാനികൾ ആരുമില്ല. ഉള്ളത് കൂടുതലും അയ്യരും അയ്യൻകാരും ഒക്കെയാണ്. അവരൊക്കെ ഒരു വിശാലമായ ഒരു ഹിന്ദു മനസ്സുള്ളവരാണ്. ഇന്നത്തെ ഈ ഹിന്ദുത്വം എന്ന് പറഞ്ഞ് ഹിന്ദുയിസത്തെ വളച്ചൊടിക്കുന്ന ഒരു പുതിയ പ്രക്രിയ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ലോകത്ത് ഒറ്റപ്പെട്ടു പോവുകയാണ്. ലോകത്തിലെ 50 രാഷ്ട്രങ്ങളിൽ പരം രാഷ്ട്രങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. മുഹമ്മദ് നബിയെ കുറ്റം പറഞ്ഞാല് അവർക്കൊക്കെ മനസ്സ് വ്രണപ്പെടും.
ഇസ്ലാമിക മതത്തിൽപ്പെട്ടവരെ ബീഫ് കടത്തുന്നു എന്ന് പറഞ്ഞ് കൊന്നാല് ഇതിനെല്ലാത്തിനും പ്രത്യാഘാതങ്ങളുണ്ട്. അപ്പൊ ഒരു വശത്ത് ഒരു ബഹുഭൂരിപക്ഷം ഹിന്ദുക്കള് അവരുടെ 10,000 വർഷത്തെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് വിശാല മനസ്സോടുകൂടി എന്താണ് ലോകം മുഴുവൻ സ്വന്തം കുടുംബമാണെന്ന് വിശ്വസിക്കുന്നത് ഒരു വശം. മറുവശത്ത് ഹിന്ദുത്വം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു ഹിന്ദു, ഞാൻ മനസ്സിലാക്കിയതോളം, ഞാൻ മനസ്സിലാക്കിയതോളം ഹിന്ദു മതത്തിനൊന്നും പെട്ടാത്ത ഒരു ഏകീകൃത സ്വഭാവം ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവന്ന് അത് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു വശം, ഒരു 5-10% പേര് അവര് പല കാരണങ്ങളും പറഞ്ഞ് പല എന്താ പറയാ സ്ലോഗനും പല മുദ്രാവാക്യങ്ങളും വിളിച്ച് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് പോകുമ്പോൾ ഇതിനകത്ത് ഏറ്റവും നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ബുദ്ധിമുട്ട് വരാൻ പോകുന്ന നമ്മുടെ ഓരോ ഇന്ത്യക്കാരാണ്. ഇന്ത്യ മാത്രമാണ് നേപ്പാൾ പോലും ഹിന്ദു രാഷ്ട്രം അല്ലാതെ പ്രഖ്യാപിച്ചു. ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നടക്കുമ്പോൾ നമ്മൾ ലോകത്ത് ഒറ്റപ്പെട്ടു പോകും. നമ്മൾ ലോകത്ത് വേറെ ഒരു രാഷ്ട്രത്തിലും ഒരു ഹിന്ദു രാഷ്ട്രമില്ല. അപ്പൊ ലോകത്തിൽ 50-ൽ പരം വരുന്ന ഇസ്ലാമിക മതത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രങ്ങളും പിന്നെ യൂറോപ്യൻ രാജ്യങ്ങള് അവര് ക്രിസ്തു മതം പ്രധാന മതമായിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിലും അവർക്കൊരു ഒരു സ്വാഭാവികമായിട്ട് ഉള്ള അവരുടെ ആ സെക്യുലർ ചിന്താഗതി, അത് എല്ലാം ഇന്ത്യയെ ഒറ്റപ്പെടുത്തും ലോകത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അങ്ങ് പറഞ്ഞു വരുന്നത് ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ഇന്ത്യക്കാർക്ക് വലിയ വിലയൊന്നുമില്ല, കാരണം ഇവിടെ ഉള്ളവരിൽ ബഹുഭൂരിപക്ഷവും തീവ്രവാദ മനസ്സുള്ളവരാണ് എന്നുള്ള ഒരു ധാരണ രൂപപ്പെടാനായിട്ട് ഇത്തരം സംഭവങ്ങൾ കാരണമായിട്ടുണ്ടെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഞാൻ ബഹുഭൂരിപക്ഷം പേരെന്ന് ഒരിക്കലും പറഞ്ഞില്ല. വളരെ വളരെ ന്യൂനപക്ഷമായ വളരെ ചുരുങ്ങിയ ആ ന്യൂനപക്ഷത്തിന്റെ പേരില് ഒരു വിഭാഗം മാത്രം നിർഭാഗ്യവശാൽ അവര് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച് ഓരോ ശ്ലോകം ഇങ്ങനെ 50 രൂപയായി ഇപ്പൊ പെട്രോളിന്റെ വില കൂടുതലാന്ന് പറഞ്ഞ് 110 രൂപയാക്കും. ഗ്യാസിന്റെ വില കഴിഞ്ഞ ദിവസം 50 രൂപ കൂടി. അങ്ങനെ തെറ്റായ രീതിയിൽ മനുഷ്യരെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷമായ വിശാലമായ ഹിന്ദു മതസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷം മാത്രമാണ് തലപ്പത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാനും അർത്ഥമാക്കിയത്. ഒരു ന്യൂനപക്ഷത്തിന്റെ വളരെ 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 ന്യൂനപക്ഷമായ ഒരു ചെറിയ വിഭാഗത്തിന്റെ ചില നടപടികളാല് ബഹുഭൂരിപക്ഷം വരുന്ന മുഴുവൻ ഇന്ത്യക്കാരെയും ഇത് ബാധിക്കുന്നതാകട്ടെ, ഇസ്ലാമിക മനസ്സിലാകട്ടെ, ക്രൈസ്തവരാകട്ടെ, ബുദ്ധമതരാകട്ടെ, ഇന്ത്യ എന്നുള്ള പാസ്പോർട്ട് കാണുമ്പോൾ വേണ്ട എന്ന് പറയുന്ന ഒരു മനസ്ഥിതിയിലേക്ക് മാറുകയാണ്. അതെ, ആ അവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ട്. ലോകത്തിൽ അങ്ങനെ ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. പക്ഷെ എന്റെ അങ്ങോട്ടുള്ള ചോദ്യം അതല്ലായിരുന്നു. അങ്ങോട്ടുള്ള എന്റെ ചോദ്യം ഈ ക്രൈസ്തവ സമൂഹം ഇതുപോലെയുള്ള ചില അപകടകരമായ ഒരു അവസ്ഥകളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ഇതുപോലെയുള്ള വ്യാപകമായ അക്രമങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ കേരളത്തിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെതടക്കമുള്ള വോട്ട് നേടി വിജയിച്ചു പോയിട്ടുള്ള ക്രൈസ്തവ നേതാക്കന്മാരിൽ പലരും എന്നല്ല, ഒരാൾ പോലും കാര്യമായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ശബ്ദിച്ചു കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ അത് അവര് ശബ്ദിക്കേണ്ടതാണ്. ഭയപ്പെട്ടുകൊണ്ടാണ്. നാളെ അവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിസ്സാരമായ കുറ്റത്തിന് പിടിച്ച് അകത്തേക്ക് വിടുമെന്ന് വിചാരിച്ചാണ്. BBC റെയ്ഡ് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെയാണ് ഒരു ചെറിയ നേതാവിനെ റെയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ കെജ്രിവാളിന്റെ സിസോദിയെ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭയമുണ്ടാവും. ആ ഭയം കൊണ്ടായിരിക്കാം, ഞാൻ അവർക്ക് ഇത്രയും പറയുന്നത് ശരിയല്ല, ഭയം കൊണ്ടായിരിക്കാം. അതല്ല, ഇതൊക്കെ ഒരു കാലത്ത് ശരിയാവുന്നുള്ള തെറ്റിദ്ധാരണയിലായിരിക്കാം. ഇതെല്ലാം താൽക്കാലികമാണ്, ഇതൊക്കെ പഴയ രീതിയിൽ പോകുമെന്നുള്ള തെറ്റിദ്ധാരണ, അതൊക്കെ തെറ്റിദ്ധാരണയാണ് എന്ന് മാത്രമേ എനിക്ക് അടിവരിയായിട്ട് പറയാനുള്ളൂ. അല്ലാതെ അവരുടെ ഒരു പിന്നെ ഇവിടെ നേരത്തെ ഗാസിയാബാദിനെ പറ്റി സൂചിപ്പിച്ചു. ഇത് കേൾക്കുന്നവരുടെ അറിവിന് വേണ്ടിയിട്ട്, ഗാസിയാബാദ് എന്ന് പറഞ്ഞ UP-യിലെ ഏതോ നോണം കയറാൻ മൂലയല്ല, ഡൽഹിയിൽ നിന്ന് തുപ്പിയാല് ഗാസിയാബാദിൽ വിടും. അത്ര തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ ഏറ്റവും വലിയ ഉന്നത നേതൃത്വം ഇരിക്കുന്ന ഡൽഹിയില് തൊട്ടടുത്തുള്ളതാണ്. ഞാനിപ്പോ കൊച്ചിയിലാണ്. ഇവിടെ നിന്ന് ആലുവയ്ക്ക് പോകുന്ന ദൂരമേ ഉള്ളൂ. എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവയ്ക്ക് പോകുന്ന ദൂരമേ ഉള്ളൂ. ഡൽഹിയിൽ നിന്ന് നോയിഡ കഴിഞ്ഞ ഗാസിയാബാദ്. അത്രയും അടുത്തൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ പാസ്റ്ററെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇതിനൊക്കെ വളരെ ഇതൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ട സമയമായിട്ട് എന്തുകൊണ്ട് നമ്മുടെ നേതാക്കൾ പ്രതികരിക്കുന്നത്? ഒരുപക്ഷെ അങ്ങ് പറഞ്ഞത് വളരെ സത്യമാണ്. ഒരുപക്ഷെ ഉണ്ടാകുന്ന ഒരു ഭയം കൊണ്ടായിരിക്കാം
അവരാരും പ്രതികരിക്കാത്തത് എന്ന് ഇത്തരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ശ്രീ ടി ദേവപ്രസാദ്, ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുകയുണ്ടായി. പാവങ്ങളെ സഹായിക്കുന്നത് മതപരിവർത്തനമാണെങ്കിൽ ഞാൻ ഇനിയും അത് തന്നെ ചെയ്യും. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ പാവങ്ങളെ സഹായിക്കാൻ എന്നുള്ള പേരിൽ മതപരിവർത്തനം നടത്താനുള്ള എന്തെങ്കിലും ഒരു ഉദ്ദേശം ഈ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് ഉണ്ടോ? നമ്മൾ വളരെ ഗൗരവതരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ ഭാരതത്തിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അച്ഛൻ തുടക്കത്തിൽ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ ഒരു വിവരം തന്നു, അല്ലെങ്കിൽ വളരെ വിശാലമായ ഒരു വിവരം തന്നു. ഇവിടെ നമ്മൾ യഥാർത്ഥ പ്രശ്നങ്ങൾ കാണുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് സാർ വളരെ അറിവുള്ള ആളാണ്, അദ്ദേഹം തന്നെ പറഞ്ഞ പരിചയസമ്പന്നനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു വിവരത്തിനകത്ത് പറഞ്ഞ ഒരു വലിയ കാര്യം നമ്മൾ സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഒരു വിശാലമായ ഒരു മനസ്സാണ് ഇവിടെ ബാക്കിയുള്ള സമൂഹങ്ങളെ എല്ലാം സ്വീകരിച്ചതും ഉൾക്കൊണ്ടതും. ആ മനസ്സ് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ന്യൂനപക്ഷങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പം എല്ലാം ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നുള്ള ഒരൊറ്റ സംജയുടെ പേരിൽ വന്നിട്ട് മുസ്ലിം സമുദായത്തിനും ക്രൈസ്തവ സമുദായത്തിനും എല്ലാം ഒരേ അളവുകോലിലൂടെ അളക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഭാരതം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അന്ന് 23% ഉണ്ടായിരുന്ന മുസ്ലിമുകളുടെ സെപ്പറേറ്റ് രാജ്യം തേടിപ്പോയി. കുറെ പേര് ഇന്ത്യയിൽ നിന്നു. അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് അവകാശം കൊടുത്തു. അന്ന് വെറും 9% ഉണ്ടായിരുന്ന മുസ്ലിമുകളുടെ ഇന്ത്യയിലെ ഇന്നത്തെ സാന്നിധ്യം 23%, 20% വെച്ചുമായി. ഇങ്ങനെയുള്ള ഇവരുടെ ഈ വളർച്ച ഭൂരിപക്ഷ സമുദായത്തെ ഭയപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ജോസഫ് സാറ് പറഞ്ഞ ആ ഉദാഹരണം തന്നെ, ഇപ്പം കേരളത്തിന് ഇന്ത്യക്ക് വെളിയിൽ ചെല്ലുമ്പോൾ മുസ്ലിം രാജ്യങ്ങളൊക്കെ വിലക്കേർപ്പെടുന്നു. എന്തുകൊണ്ടാണ് അവർ വിലക്കെടുത്തുന്നത്? അവർക്ക് ഈ മതേതരത്വം സൗഹാർദ്ദം ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മുടെ രാജ്യത്തും ഹിന്ദുക്കൾക്ക് സംവരണം കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത അവരുടെ ഇടയിൽ പടരാൻ ഈ മുസ്ലിം സമൂഹത്തിന്റെ ഈ വളർച്ച ഒരു വലിയ ഭീഷണിയായി ബാക്കിയുള്ള സമൂഹം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹങ്ങൾ ഫീൽ ചെയ്തു. കേരളത്തില് ജനസംഖ്യയിൽ ഒരുമാതിരിയുള്ള ക്രൈസ്തവ സമൂഹങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ അച്ഛൻ അറിയാം, ജോസഫ് സാറിന് എന്തുമാത്രം അറിയാമെന്നറിയില്ല. അദ്ദേഹം തുടക്കത്തിൽ തന്നെ ക്രിസംഗി എന്നുള്ള പ്രയോഗത്തെ കുറിച്ച് ഒരു പരിഹാസ രൂപത്തിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ക്രിസംഗി എന്നുള്ള വാക്ക് വന്നത്? മുസ്ലിം സമൂഹം കാണിക്കുന്ന ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും പോലെയുള്ള ഈ കുൽസിത മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞവരെയാണ് ക്രിസംഗികൾ എന്ന് വിളിച്ചത്. അത് BJP-ക്കാർ പണ്ട് പോലെ പറയുന്നു എന്നുള്ളതല്ല, ഇത് ഒരു സമൂഹം അനുഭവിക്കുന്ന വേദനകളാണ് പറഞ്ഞത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന വേദനകളാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല. പക്ഷെ ക്രിസംഗികൾ എന്നൊക്കെ പറയുന്നവരാണ് ഈ തീവ്രവാദ മുസ്ലിമുകളുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് സാധാരണ ക്രൈസ്തവർക്കുള്ളത്. കാരണം അവരുടെയൊക്കെ മക്കളെ തട്ടിക്കൊണ്ടുപോയതിന്റെ വേദനയുണ്ട്. ഇന്ന് കേരളത്തിൽ എത്രയോ മക്കളെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അതിനകത്തൊന്നും ആർക്കും ഒരു വിഷമവും ഇല്ല, സങ്കടവും ഇല്ല. പക്ഷെ അത് ശരിയല്ലെന്ന് മുസ്ലിമുകൾ ആര് പറഞ്ഞാലും അവർ പറയുന്നത് ശരിയാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം, ഒരു തൻ്റെ ഇടം നമുക്കുണ്ടാകുന്നു. അങ്ങനെയുള്ള ക്രിസംഗികൾ എന്ന് വിളിച്ചാൽ ക്രസിംഗികൾ എന്ന് വിളിക്കാം. ഇപ്പം എന്തുകൊണ്ടാണ് ഭാരതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്? വാസ്തവത്തിൽ ഈ ക്രൈസ്തവരെ സംബന്ധിച്ച് ക്രൈസ്തവര് 1947 സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോഴുള്ള 1.9 നിന്ന് ഇതുവരെ കൂടിയിട്ടില്ല. 1.9 അല്ലെങ്കിൽ 2 ഇവിടെ നിൽക്കുകയാണ്. നേരെ മറിച്ച് 9% ഉണ്ടായിരുന്ന 20% കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ക്രൈസ്തവരെ പോലെ പ്രസംഗവും മാട്ടുമൊന്നുമില്ല. പക്ഷെ അവരുടെ ആൾക്കാർ ജനിച്ചു വളർന്നാണ് എങ്ങനെയാലും വളർച്ച ഉണ്ടായിരിക്കുന്നു. അത് മറ്റ് സമുദായങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവരും കൂടെ ഒരു മുസ്ലിം രാജ്യമായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ നമുക്കറിയാം, പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല, ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഭാരതത്തിലും കൂടെ ഈ 20% പോയാൽ 23% ആയപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലത്ത് അവർ ഭാരതം പിളർക്കാനുള്ള നടപടികളുണ്ട്. ഇങ്ങനെ വായിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു ഭയം ആ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സമൂഹത്തിലെ ഭൂരിപക്ഷത്തിനുണ്ടോ? അതിപ്പോ മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന് പോലും ഈ പറയുന്ന തീവ്രവാദം ഇല്ല. പക്ഷേ എല്ലാ സമൂഹത്തിലും ഇങ്ങനെയുള്ളവര് ബോധ്യപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്ക് പേടി വരുന്നുണ്ട്. നമുക്ക് മിനിയാന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായ ഒരു വിധി നമ്മൾ വായിച്ചതാണ്. സുപ്രീം കോടതി ജസ്റ്റിസ് KJ ജോസഫും നാഗരത്നം കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു വിധി. അതിനകത്ത് ഈ സുപ്രീം കോടതിയിൽ പരാതിയായിട്ട് ചെന്ന അശ്വിനി കുമാർ ഉപാധ്യായ, അയാള് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലൂടെ 50 പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എടുത്ത് ഇന്ത്യയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ്. അയാൾ അവിടെ ചെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥലങ്ങളുടെ എല്ലാം പേര് മാറ്റണം. അത് പണ്ട് അധിനിവേശക്കാർ വന്നപ്പോൾ ഉണ്ടായതാണ്. ഇങ്ങനെയൊക്കെ ഭാരതം ചിന്തിക്കാൻ തുടങ്ങിയ എന്തുകൊണ്ട് എന്നുള്ളത് ഈ
മുസ്ലിം സമുദായം ചിന്തിക്കണം. ക്രൈസ്തവ സമുദായം തല്ലുകൊള്ളുന്നതല്ലാതെ ക്രൈസ്തവ സമുദായം ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിയത്തില്ല. എങ്കിൽ പേര് മാറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടെ ഈ 2000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയുന്ന കേരളത്തിൽ അങ്ങനെ വല്ല തോമാപുരം എന്നൊക്കെ വല്ല ഒറ്റപ്പെട്ട കൊച്ചു ഗ്രാമങ്ങളുടെ പേരല്ലാതെ വലിയ സംഭവങ്ങളൊന്നും നമ്മുടെ പേര് വന്നിട്ടില്ല. പക്ഷെ ഈ തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ BJP ഭരിക്കുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഉള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കാന്തമാൽ ആക്രമണങ്ങളൊക്കെ നടന്ന കൊലപാതകങ്ങൾ വന്നപ്പോൾ ആരാ ഇന്ത്യ ഭരിച്ചത്? ഇന്ത്യ ഭരിച്ച കോൺഗ്രസ്സാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ മുസ്ലിമുകളുടെ ബാബറി മസ്ജിദ് BJP-ക്കാരെ നശിപ്പിച്ചത്, പക്ഷെ അന്ന് ഇന്ത്യ ഭരിച്ചതാരാ? കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസ്സുകാർ വന്നാൽ എല്ലാം ശരിയാവുന്നുള്ളത്. ജനങ്ങളുടെ ഇടയിലെ ഈ തെറ്റിദ്ധാരണ മാറ്റണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. ഒരുപക്ഷെ ഇപ്പോ ഈ ക്രൈസ്തവ സമൂഹത്തിനെ കുറിച്ച് ഈ ആക്രമണം വരുന്നത് അച്ഛൻ മുമ്പേ പറഞ്ഞാൽ അവരറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ആരെയും തെറ്റിദ്ധരിക്കുന്നില്ല. പക്ഷെ ലോകത്തിലെ പത്രങ്ങളിലെല്ലാം വന്നിട്ട് പോലും അവിടുത്തെ മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ അവര് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരെ വിശ്വസിച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? പിന്നെ ഒരു പ്രശ്നം ഇതിനകത്തുള്ളത് ഈ ഇവിടെ ഈ ആർച്ച് ബിഷപ്പ് മച്ചാടോ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മിഷണറിമാർ പ്രവർത്തിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ സുവിശേഷം കൊടുക്കുന്നതിനേക്കാൾ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ കന്യാസ്ത്രീകളൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാം സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടാണ്. ആ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ അവർക്ക് ശത്രുത ഉണ്ടാകുന്നത് ഈ സാമൂഹ്യ നീതിക്ക് വേണ്ടി. അവരുടെ അടിയാന്മാരായിരുന്നവരൊക്കെ നാളെ കാലത്തെ കൂലി കൂടുതലിന് വേണ്ടി ചോദിക്കും. നമുക്കറിയാം ഈ ബംഗാളിൽ അല്ലെങ്കിൽ ഇപ്പം ഈ വടക്കേന്ത്യയിൽ നിന്ന് ഇവിടെ വരുന്ന തൊഴിലാളികളുടെ കാര്യം, അവിടെ 200 രൂപ പോലും കൂലിയില്ലെന്ന് പറയുന്നത് ഇവിടെ 1000 രൂപ കൂലി കൊടുത്താലേ ഇവിടെ ജോലിയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഈ ഈ ഈ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കും. അത് തെറ്റാന്ന് ഉള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അപ്പൊ യഥാർത്ഥ കാരണങ്ങൾ എന്താണ്? ഇത് നമുക്ക് എന്ത് പരിഹാരം ചെയ്യാൻ സാധിക്കും? അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് സെക്യൂരിറ്റി ടിവിയിൽ ഇരുന്ന് ചർച്ച നടത്തുന്നത് നല്ലതാണ്, കാരണം ആൾക്കാരെ ഒന്ന് കോൺഷ്യന്റൈസ് ചെയ്യാൻ. പക്ഷേ ഇത് ഒരു സമുദായത്തിന്റെ, പിന്നെ ഒരു സമുദായത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയോ മാത്രം കണക്കല്ല. വോട്ടുണ്ടാക്കാൻ സാധിക്കും എന്നുള്ള, ഇത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നറിയുന്നവരെല്ലാം ഇതിപ്പം ഇന്ത്യ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കോൺഗ്രസ് പാർട്ടി അതുകൊണ്ടാണ് ഛത്തീസ്ഗഡിൽ ഉടനെ ഇലക്ഷൻ വരാൻ പോവുക. ഈ രാജ്യത്ത് ഉടനെ 9 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ബാംഗ്ലൂർ തന്നെ ഇത്രയും പ്രശ്നം വന്നിരിക്കുന്നത്. ബാംഗ്ലൂരിൽ ഉടനെ ഇലക്ഷൻ വരാൻ പോവുക. ക്രിസ്ത്യാനിയുടെ വോട്ടൊന്നും ഏതായാലും കിട്ടിയാലും BJP-ക്ക് അറിയാം. അവർക്ക് ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കും. ഞങ്ങളില്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഇവിടെ രക്ഷയില്ല, ക്രിസ്ത്യാനികൾ മുഴുവൻ നശിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മുഴുവൻ പിടിക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഒരു ബാഹ്യ ആഡംബരങ്ങൾ. ഇപ്പം മംഗലാപുരത്തൊക്കെ പിന്നെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒത്തിരി, ഈവൻ ബാംഗ്ലൂർ പോലും ഒത്തിരി ക്രിസ്ത്യൻ സാന്നിധ്യമുണ്ട്. ഇപ്പം നമ്മുടെ ധർമാരം കോളേജാണ്, അല്ലെങ്കിൽ മല്ലേശ്വരത്ത് സെന്റ് പീറ്റേഴ്സ് പൊന്റിഫിക്കൽ ഇങ്ങനെ NBCLC, അങ്ങനെ ബാംഗ്ലൂർ ഒരു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ജനപിന്തുണയുള്ള അല്ലെങ്കിൽ ഭയങ്കര സ്വാധീനമുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ആഡംബരങ്ങളുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ യെസ്യൂട്ട്സിന്റെ സ്ഥാപനങ്ങൾ, ഇങ്ങനെ ഈ സൊസൈറ്റിക്ക്, ഇതെല്ലാം സൊസൈറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ. പക്ഷെ ഇന്നിപ്പോ തെറ്റിദ്ധരിക്കപ്പെടും. ഇപ്പൊ സെന്റ് മാർത്ത സൊസൈറ്റി എടുത്താൽ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, ഇതെല്ലാം വലിയ സാന്നിധ്യങ്ങളാണ്. അപ്പം ഇത്തരമുള്ളതൊന്നും ഇപ്പം മുസ്ലിമുകൾക്ക് അധികമായിട്ട് വന്നില്ല. പക്ഷെ അത് ഉടനെ വരും. കേരളത്തിൽ ഇപ്പൊ നമുക്ക് എത്രയും അവരുടെ മെഡിക്കൽ കോളേജുകൾ എത്രയുള്ളതെന്നുള്ള നമുക്ക് പറയാം. ഇങ്ങനെയുള്ള ഒരിനകത്തുനിന്ന് ഒരു ഹിന്ദു കോൺഷ്യസ്നെസ്സിൽ തന്നെ ഒരു വലിയൊരു അരക്ഷിത ബോധം വരുന്നുണ്ട്. ഇപ്പൊ ജോസഫ് സാറ് പറഞ്ഞ ആ കാര്യം തന്നെ അത് ഇവിടെ വലിയ വിഷയമായി കഴിഞ്ഞാൽ അവിടെയൊന്നും അവരുടെ വിമാനത്തിലൊന്നും നമ്മൾ കയറ്റുന്നില്ല, അപ്പൊ ഇവിടെ ഇവരെയും കയറ്റണ്ട എന്നുള്ളൊരു വാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശരിയല്ല എന്ന് പറയുന്നതൊക്കെ അത് ശരിയാണ്. പക്ഷെ അങ്ങനെ സാധാരണക്കാർ പറഞ്ഞാൽ ഉടനെ അവർ മാത്രം പറയുന്നത് തെറ്റ്, ബാക്കിയുള്ളവർ ചെയ്യുന്നില്ല. ഇപ്പൊ ജോസഫ് സാർ പറഞ്ഞത് തന്നെ ഒരു കാര്യം ഓർത്ത്, 50% രാജ്യങ്ങൾ ക്രിസ്ത്യൻ രാജ്യങ്ങൾ. ഇവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പം നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും ഇവരിങ്ങനെ ഈ മുസ്ലിങ്ങൾ തമ്മിൽ തല്ലി കയറി ചെന്ന ആ രാജ്യങ്ങൾക്ക് ഒരു മുസ്ലിം നിയമം ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരുന്നതായിട്ടാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ ഇവിടെ രാജ്യങ്ങളൊന്നും പോയിട്ടില്ല. പക്ഷെ ജർമ്മനിയിലായാലും ഇറ്റലിയിലായാലും ഫ്രാൻസിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു അച്ഛനെ കയറി കൊന്നത് ഒരു മുസ്ലിം, പിന്നെ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു തീവ്രവാദത്തെ ആ സമൂഹത്തിലെ കൂടുതൽ പേരാണ്. പക്ഷെ ആ സമൂഹത്തിലെ കൂടുതൽ പേർക്കും തന്നെ അബദ്ധാണിത്. കാരണം ഇങ്ങനെയുള്ളവർ വരുന്നത് അവരെ തന്നെ ഭയപ്പെടുത്തും. ഇത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ പേരിൽ ഒരു സന്ദേഹം ഉണ്ടാക്കിയത്, ഒരു ഭൂരിപക്ഷ സമൂഹത്തിൽ ഒരു ആപത്തുണ്ട്. ഇത് കോൺഗ്രസ് ഭരിച്ചാലും ഇപ്പം BJP ഭരിച്ചാലും ഇന്ത്യ ഇനി ആര് ഭരിച്ചാലും ഭൂരിപക്ഷ സമുദായത്തിന്റെ മനസ്സിൽ നിന്ന് ഈ അപകടം മാറ്റിയില്ലെങ്കിൽ ഈ കൺസെപ്റ്റ്, ഈ ചിന്ത വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പൊ ഈ ചെറിയ ന്യൂനപക്ഷ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പൊ ബാംഗ്ലൂർ തന്നെ നമ്മൾ ഈ മുസ്ലിങ്ങൾ ബാംഗ്ലൂർ സിറ്റിയുടെ മജസ്റ്റിക്കിൽ കയറി ആക്രമിച്ചതിനെ കുറിച്ചും പോലീസ് പട്ടാളത്തിന് ഇറങ്ങേണ്ടി വന്നതിനെ കുറിച്ചൊക്കെ സംഭവങ്ങളുണ്ട്. ഇതിനെയും അവരെ സഹായിക്കാനാണോ BJP സഹായിക്കാനോ ഇവർ ചെയ്യുന്ന അറിയത്തില്ല. ഇവർ കാണിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഈ ഹിന്ദു തീവ്രവാദത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നമ്മൾ വല്ല ചർച്ചയോ
ഇപ്പൊ ഡൽഹി കാണിച്ച പോലെ ഒരു പ്രകടനമൊക്കെ നടത്തി തീർക്കുക, അല്ലെങ്കിൽ ഒരു ബസ്സിന് കല്ലെറിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമരം, അത് നമ്മളെ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ ഒരു മാർഗമല്ല. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ചെയ്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമരങ്ങളെ അല്ലെങ്കിൽ ഈ പീഡനത്തെ നേരിടാനുള്ള അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ വഴികളാണ് അത്. നമ്മളെ കൊണ്ട് അവരെ പോലെ ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്കിൽ പിന്നെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ആക്രമണത്തിന്റെ ഒരു വഴിയല്ല ഉള്ളത്. പക്ഷെ ആഗോളതലത്തിൽ അവരുടെ എങ്ങനെയാണ്? ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഒരു നൂപൂർ ശർമ്മയുടെ ഒരു വിവാദം ഉണ്ടായി. ചാനൽ ചർച്ച പങ്കെടുത്ത ശിവനെ ഭയങ്കരമായിട്ട് പറഞ്ഞു. ഹിന്ദുക്കളാരെ കല്ലെറിയാനൊന്നും പോയില്ല. നൂപൂർ ശർമ്മേനെ മറുപടി പറഞ്ഞോടെ ലോകം മുഴുവൻ വലിയ ഭയങ്കരമായി. അപ്പൊ പ്രൊഫറ്റ് മുഹമ്മദിനെ കുറിച്ച് ആരെ പറഞ്ഞാലും അവർക്ക് പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് പറയണമെന്നല്ല പറഞ്ഞേ, പക്ഷെ ഇങ്ങനെ അത് കേൾക്കുന്ന ഇതുപോലെ തീവ്രവാദമുള്ള ഹിന്ദുക്കൾക്ക് അങ്ങനെ തോന്നിയാൽ നമ്മൾ ഉടനെ അവരെ മാത്രം കുറ്റം പറയുന്നത്. അതാണ് ഇന്ത്യയിൽ ഈ സെക്യുലറിസം എന്ന് പറഞ്ഞ് നടന്നത്. അവിടെയാണ് പറ്റിയത്. ഇപ്പൊ BJP-ക്കാര് അങ്ങനെയല്ല. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറയുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പം ജോസഫ് സാർ പറഞ്ഞ കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള, യഹൂദരെ പിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ല, മുസ്ലിങ്ങളെ പിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഹിന്ദുക്കളെ നമ്മളിപ്പോ ക്രിസ്ത്യാനികളെ പിടിച്ചപ്പോൾ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാം, ഒരു പ്രതിഷേധം രേഖപ്പെടുത്താം, പിന്നെ വല്ല കോടതിയിലും പോയി കോടതി വല്ല വിധി ഉണ്ടാക്കി. ഇപ്പം ഈ ആർച്ച് മച്ചാടോയുടെ ഒക്കെ ഒരു വലിയ കേസ് സുപ്രീം കോടതി കിടക്കുന്നു. അതിന്റെ സുപ്രീം കോടതിയിലെ കേസിന്റെ ഫോർമാലിറ്റി നമുക്കറിയാം. എല്ലാ സംസ്ഥാനങ്ങളും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു മതപീഡനത്തിന്റെ. അതൊക്കെ റിപ്പോർട്ടൊക്കെ വന്നത് അങ്ങനെ അവർ പീഡനം നടത്തിക്കൊണ്ടിരിക്കും. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു മാർഗം. പിന്നെ നമുക്കുള്ളത് ദൈവത്തിൽ വിശ്വസിച്ച്, കർത്താവിൽ ശരണപ്പെട്ട് നമ്മുടെ ഈ പീഡനങ്ങളിൽ നിന്ന് ഫലം തരുന്ന ഒരു ദൈവത്തിലുള്ള ഒരു വിശ്വാസമുണ്ട്. അത് ഇപ്പം നമ്മൾ സാധാരണക്കാരോട് പറഞ്ഞാൽ, വിശ്വാസമുള്ളവർ പറഞ്ഞാൽ അവർക്ക് വിശ്വാസം വരും. അപ്പൊ ആ ഒരു പരിഹാര മാർഗമാണ് നമുക്കുള്ളത്. ഇവർക്കൊക്കെ മാനസാന്തരം ഉണ്ടാവണം. ഇതല്ല ദൈവ പിതാവാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുപോലെ പിതാവാണെങ്കിൽ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും വളരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അത് വിഭാവനം ചെയ്തതാണ്. പക്ഷെ ആ വിഭാവനം ചെയ്തിരുന്ന ആ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പലതരത്തിലുള്ള ചൂഷണങ്ങളിലൂടെ ഈ ഭരണഘടനയുടെ വ്യവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമുദായം, പക്ഷെ നമ്മൾ ഈ പറയുമ്പോൾ എന്നാന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ പോലും ന്യൂനപക്ഷം എന്നേ പറയുള്ളൂ. ന്യൂനപക്ഷം എന്ന് പറയും, മുസ്ലിം എന്ന് പറയത്തില്ല. ഞാനത് കേരളത്തിലെ ചില നേതാക്കന്മാരോട് പോലും ഇങ്ങനെ പറഞ്ഞിട്ടുള്ള. പിന്നെ നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് ജോസഫ് സാർ പറയാത്തൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര മതേതരത്വം കാണിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളത്. വോട്ടൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ജാതിയും മതമൊക്കെ പറയും, അല്ലെങ്കിൽ അരമനകളിലും ഒക്കെ കയറി ക്രിസ്ത്യൻ വോട്ട് കിട്ടാവുന്നിടത്തൊക്കെ പോകും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മതേതരത്വം. നമ്മുടെ കാര്യം ഒന്നും പറയത്തില്ല. നമ്മളൊന്ന് ചോദിച്ചു, ഇപ്പൊ ജോസഫ് സാറ് പിന്നെ വടക്ക് വേൾഡ് ബാങ്കിൽ പോയ, അല്ലെങ്കിൽ ലേബർ അസോസിയേഷനിൽ പോയെങ്കിൽ ഒരു IAS ഓഫീസർ കേരളത്തിൽ അറിയാലോ. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ അങ്ങനെയാണോ കേരളത്തിൽ ഒരു കാര്യങ്ങൾ വരുമ്പോൾ? സാറിന് പരിചയമുണ്ടല്ലോ. അവരവരുടെ സമുദായത്തിന്റെ കൺസേൺ നോക്കും. ഇപ്പൊ കേരള കോൺഗ്രസിലെ മാണി സാർ അടക്കമുള്ളവർ, സാറിന് എനിക്ക് വളരെ അടുത്തുള്ളതാണ്, മാണി സാർ അടക്കമുള്ളവർ, അവരവരുടെ സെക്യുലറിസം വിട്ടിട്ടുള്ള കളി സമുദായത്തിന് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അവരുടെ സെക്യുലർ ഇമേജ് മോശമാകരുത് എന്നുള്ള ഒരു ഇമേജാണ്. പക്ഷെ കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെയില്ല. അവരുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയും. എന്ത് വാശിയായിരുന്നു ലീഗിന് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്നും പറഞ്ഞു. അങ്ങനെയല്ല അവര് സംവരണം മേടിച്ചോണ്ട് പോയി. അന്നൊന്നും നമ്മളാരും ഒന്നും മിണ്ടിയിട്ടില്ല. അവർ വളർന്നു വരട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ തോളെ കയറി ചെവി അടിക്കുന്നു എന്നുള്ള ഒരു അനുഭവം പലർക്കും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളിൽ ഒരു നല്ല വിവാഹത്തിന് അതുണ്ട്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇപ്പം സാറ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഷെക്കിന TV കാണുന്നവർക്കെങ്കിലും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അപ്പൊ അത് അങ്ങനെയുള്ളവര് ഇങ്ങനെയുള്ള ഇത് കൊണ്ടുപോകുന്നു. പക്ഷെ അതിന്റെ മറവിൽ അവർ ക്രിസ്ത്യാനികളെ ആക്രമിക്കും. ക്രിസ്ത്യാനികൾ എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പം 2047 ഇന്ത്യ മുസ്ലിം രാജ്യമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നത്. ഇത് ആദ്യം പരസ്യമായിട്ട് പറഞ്ഞത് ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനല്ലേ. അങ്ങനെ ഒരു പദ്ധതി ഇട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയുന്നവർക്ക് അതിൽ ആശങ്കയുണ്ട്. അത് ഹിന്ദുക്കൾക്ക് ആശങ്കയുണ്ട്. ആശങ്ക മാറാതെ ഏത് ഗവൺമെന്റ് വന്നാലും ഈ സ്ഥിതി മാറുകയല്ല. കാരണം ന്യൂനപക്ഷം ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ എളുപ്പമുണ്ട്. ഇങ്ങനെ കൂടിയിരിക്കുന്നത് കയറി ആക്രമിക്കാൻ പറ്റും. മറ്റവരങ്ങനെയല്ല. അവർ കുറെ കൂടെ സംഘടിതമായി, വളരെ ഓർഗനൈസ്ഡായി, അവർക്ക് അതിനുള്ള പിന്നെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവർത്തിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ മനസ്ഥിതി ഉള്ളവരാണ് ഹൈന്ദവ സമൂഹം. ഉള്ളവരായിരുന്നു. പക്ഷെ അവരുടെ കൂടെ നന്നായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. ആ സമൂഹത്തിന് അത് നന്നായിട്ട് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ മാറി ചിന്തിക്കാൻ ബാക്കിയുള്ളവർ ഈ ന്യൂനപക്ഷ അവകാശങ്ങളുടെ പേര് അവരിപ്പോ ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർത്ത് നോക്കി, 20% എന്ന് പറഞ്ഞിപ്പം ഈ വിവാദപരമായ ഒരു പ്രസംഗം നമ്മുടെ ഇയാളുടെ ഗഫൂറിന്റെ ഒരു പ്രസംഗമുണ്ട്. 30% ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ പിടിക്കാം, കാരണം 30% വോട്ടിനോട് ഇന്ത്യയിൽ കിട്ടും എന്ന് പറഞ്ഞൊരു പ്രസംഗമുണ്ട്. അവരതുപോലെ ഒന്നിച്ച് നിൽക്കും. ഈ ഒരു ഭയമൊക്കെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിലേക്ക് വളർത്തിയെടുക്കുമ്പോഴത്തേക്ക് അത് വരുന്നുണ്ട്. പിന്നെ ചോദ്യം ചോദിക്കാനുള്ളത്, ഈ മുസ്ലിം സമുദായത്തിന്റെ ഈ ബയോളജിക്കൽ ഗ്രോത്തിനെ ആർക്ക് എങ്കിലും തടയാൻ പറ്റുമോ? ഇപ്പൊ ആർക്കും തടയാൻ പറ്റില്ല. ക്രൈസ്തവരും ഹൈന്ദവരും നമ്മള്
ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം അവർക്ക് ഇതിനകത്ത് ആശങ്കയുണ്ടെന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങളിൽ 1-2 പിള്ളേരുമായിട്ട് നമ്മുടെ മക്കൾ ഒതുങ്ങുകയാണ്. നമ്മുടെ എണ്ണം അതിൽ അതല്ലാന്നാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ കണ്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് UP-യിലൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UP-യിലൊക്കെ ഇപ്പം ഈ ജനസംഖ്യ ഇതിനെക്കുറിച്ചൊക്കെ ഗ്രോത്ത് റേറ്റ് ഒക്കെ ഹിന്ദുക്കൾക്ക് കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് പക്ഷേ വിദ്യാഭ്യാസം വരുന്നതനുസരിച്ച് മാറും, അത് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് മാറും. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഇതാണ്, ഇങ്ങനെയുള്ള ഒരു ഭാരം അത് ഇന്ത്യ പോലും ഒരു മുസ്ലിം രാജ്യമാകുന്നുള്ള ഒരു ഭയം വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ രാജ്യം 1% ഉള്ള ക്രിസ്ത്യൻ രാജ്യമാണ് എത്ര കാലം എടുക്കും സാധാരണ ഇതിൽ ഉള്ള ഒരു കണക്കനുസരിച്ച്. പക്ഷെ മുസ്ലിമുകൾ അങ്ങനെ അവരുള്ള പ്ലാൻഡ് ആയിട്ടാണ്, അവർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ പ്ലാൻഡ് ആണ്. ഇപ്പൊ നമ്മൾ ഈ വലിയ മതേതരത്തെ മുസ്ലിമുകളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുമോ? നമ്മുടെ ആൾക്കാരെ കൊടുക്കുമോ? അവരെല്ലാം സംവരണങ്ങളും ഉപയോഗിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പോകുന്നു. ക്രിസ്ത്യാനികൾ നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കി നമ്മളവരെ പഠിച്ചു. അതൊക്കെ നമ്മുടെ ദൗത്യം. അത് നമ്മൾ ഇനിയും തുടരണം. ഇപ്പൊ ഈ പറഞ്ഞാൽ പാവങ്ങളെ സഹായിക്കുന്നത് മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹായിക്കുന്നു. പിതാവ് പറഞ്ഞ വളരെ കറക്റ്റാ, നമ്മൾ പാവങ്ങളെ സഹായിക്കും. ഇപ്പൊ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി അതിനകത്തല്ലേ ഇപ്പം അബ്ദുൽ കലാം പഠിച്ച തൃശ്ശൂരിലെ സെന്റ് ജോസഫിനെ കുറിച്ച് അത് ഇത്ര മനോഹരമായിട്ട് പറയും. അവിടുന്ന് വന്ന് അദ്ദേഹം തൃശ്ശൂരിലെ സെന്റ് ജോസഫിൽ പഠിച്ചു. അവിടുത്തെ പഴയ സാറന്മാരെ കുറിച്ചൊക്കെ എത്ര മനോഹരമായിട്ട് അത് പറയും. ഇപ്പൊ സാറേ ഈ പഴയ അയ്യങ്കാരന്മാര് സുഹൃത്തുക്കൾ എല്ലാവർക്കും ഇല്ലേ മുസ്ലിം സുഹൃത്തുക്കളില്ലേ? മുസ്ലിം സമൂഹം ഇതുപോലെയാണോ കേരളത്തിൽ ക്രൈസ്തവർ ഇതുപോലെയാണോ അവരെ നോക്കിയിരുന്നത്? എന്തുകൊണ്ട് ഈ ഒരു ഭയ കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിൽ കുറെ പേരുടെ ഇടയിലെങ്കിലും വന്നിരിക്കുന്നു? ഇപ്പൊ അച്ഛൻ ഇവിടെ ഇരിക്കുന്നുള്ള സത്യമായിട്ട് കമ്മ്യൂണിറ്റി അറിയാവുന്ന ആളാണല്ലോ. എത്ര പേര് ഇങ്ങനെ ഭയപ്പെടുന്നുണ്ട്? ഇങ്ങനെ ഒരു ഭയം ഉണ്ടാക്കി. അപ്പം ഈ മുസ്ലിം കമ്മ്യൂണലിസം എന്ന് പറയാൻ പോലും പറ്റും. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ പ്ലേനറി സമ്മേളനം 3 ദിവസം റൈപ്പ് നടന്നു. കേരളത്തിൽ നമ്മുടെ എത്ര ക്രിസ്ത്യാനികൾ പോയി? ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ച് ഇടിയനടക്കം ആരെങ്കിലും വേണ്ടിയോ? രമേശ് ചെന്നിത്തല മാത്രമേ സംസാരിച്ചുള്ളൂ. രമേശ് ചെന്നിത്തല മാത്രം അതിനകത്ത് സംസാരിച്ച് ആ ആക്രമണത്തിൽ. എന്തുകൊണ്ടാണ്? ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി എവിടെ ഇരിക്കുമോ? അയാളാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ നാരായൺപൂരിലെ ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നത്. പറയാല ഇതാണ് കേരള കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പാർട്ടികളുടെയും സ്ഥിതി. അവർക്ക് അവരുടെ ഭരണവും അവരുടെ സംവിധാനവും ഒക്കെ നിലനിർത്തണം. പിന്നെ വോട്ട് വരുമ്പോൾ പിന്നെ ആർക്കും കുഴപ്പമില്ലാത്ത ഓരോ സഹായങ്ങളുണ്ടല്ലോ. ഒരു അഡ്മിഷന് വിളിച്ച് പറയാം, അല്ലെങ്കിൽ അത് മിക്കവാറും നമ്മുടെ സ്കൂളിൽ കോളേജുകളൊക്കെ തന്നെയായിരിക്കും. പിന്നെ സർക്കാരിലെ ചില കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. അല്ല നമ്മുടെ ഈ സമുദായത്തിന്റെ വോട്ട് മേടിച്ചു പോകുന്ന ആർക്കും ഒരു സമുദായ ബോധമോ അല്ലെങ്കിൽ ഇങ്ങനെ ക്രിസ്ത്യാനിയാന്ന് പറയുന്ന ഒരു അഭിമാനമൊക്കെ കാണുക. നമ്മുടെ പിതാവിന്റെ അടുത്ത് വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയാ പിതാവിന്റെ കൂടെ കാപ്പിയൊക്കെ കുടിച്ച് പറയാനായിട്ട്. അല്ലാതെ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞാൽ ഉള്ളതായിട്ട് എനിക്ക് കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് ഇവരെ ഒത്തിരി പേരെ എനിക്ക് അടുത്തറിയാം. ഇപ്പം അവരാരും ഇങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ തന്നെ ഈ LDF-ന്റെ കാര്യം തന്നെ ഇതോട് ഒരു വർഷം കൂടെ പറഞ്ഞു കഴിഞ്ഞ ചോദിച്ചാരോടല്ലോ ഈ LDF ഒരു മിനിറ്റ് ഫാദർ ജോൺസൺ തേക്കടയില് ഈ ഒരുമിച്ച് കൂടി വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനെയും മതപരിവർത്തനമായിട്ടാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഭാവിയിൽ കേരളത്തിൽ ഇപ്പം നമ്മുടെ മാരാമൺ കൺവെൻഷൻ പോലെയൊക്കെയുള്ള വലിയ കൂട്ടങ്ങൾ കൂടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയും ഒക്കെ ഇങ്ങനെ ഒരു മതപരിവർത്തനത്തിന്റെ ആ പാതയിലാണ് കാണുന്നത് എങ്കിൽ മുൻപോട്ട് കേരളത്തിലടക്കമുള്ള ക്രൈസ്തവ വിശ്വാസികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? വളരെ പരിതാപകരമായിരിക്കും. ഒരു കാര്യം ഓർക്കണം, ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന മാത്രമല്ല, നല്ലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ മറ്റൊരാൾക്ക് എന്റെ വസ്ത്രത്തെ കാണുമ്പോൾ അത് കൊള്ളാമെന്നൊരു ചിന്ത വന്നാൽ പോലും ഞാൻ ആ വ്യക്തിയെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരികയാണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റക്കാരനാണെന്നുള്ള തരത്തിലാണ് നിയമത്തെ ഇപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും സഹായങ്ങൾ ആർക്കെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്കെതിരെ, ആ സഹായം ചെയ്യുന്ന ആളുകൾക്കെതിരെ വളരെ ശക്തമായ നിയമങ്ങൾ ഉപയോഗിക്കുകയും ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് അവരെ തടങ്കിൽ അടയ്ക്കുകയും ചെയ്യുന്നു. ഇത് വലിയ ദുരന്തത്തിലേക്കായിരിക്കും നമ്മുടെ നാടിനെ കൊണ്ടുവന്നത്. ഇവിടെ പറഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ വിസ്മരിച്ചു. ഒന്ന്, ഇന്ത്യ ഒരിക്കൽ പോലും ഒരു ഹൈന്ദവ രാഷ്ട്രമായിരുന്നില്ല എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമായിരുന്നില്ല. എന്നാൽ ഈ മുസ്ലിം രാഷ്ട്രമാക്കണം എന്നുള്ള നിലപാടിലേക്ക് ഇത് 2047 ആകുമ്പോഴേക്കും ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റണമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അതിന് മുന്നോടിയായിട്ട് പറഞ്ഞത് ഇതൊരു ഉറുദുസ്ഥാനായിട്ട് ഒരു ഭാഗത്തെ മാറ്റണം എന്നുള്ള, ഉറുദുസ്ഥാൻ സ്ഥാപിതമാക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാകുകയും അത് അവര് ബോധപൂർവം പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് നേരത്തെ ദേവദാസ് സാർ പറഞ്ഞ പോലെ തന്നെ പല ഹൈന്ദവ സഹോദരങ്ങളുടെ ഇടയിലും വലിയ വേദന ഉണ്ടാക്കി, അവർക്ക് ആശങ്കയുണ്ടാക്കി. അപ്പൊ അതിന്റെ ഒരു തിരിച്ചടിയായിട്ടാണ് അവര് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിനെ അവർ കാണുന്നത് ക്രൈസ്തവര്, ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ക്രൈസ്തവർ അത്ര ന്യൂനപക്ഷമായിട്ടൊന്നും അല്ല ഇപ്പോൾ സർക്കാർ
ചിന്തിച്ചിരിക്കുന്നത് സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ, കേന്ദ്ര സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഞങ്ങളോട് നേരിട്ട് പറഞ്ഞാണ്, നിങ്ങൾ എല്ലായ്പ്പോഴും പറയും നിങ്ങൾ വളരെ കുറച്ചുപേരെ അല്ല, യു ഹാവ് ഗോട്ട് ഓൾ ദ ഡീറ്റെയിൽസ് സ്റ്റേറ്റിംഗ് ദാറ്റ് യു ആർ മോർ ദാൻ 16% എന്ന് 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രയൊന്നും അല്ല, നമുക്ക് അംഗസംഖ്യയൊക്കെ ഉണ്ടെന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട്. അതിരിക്കട്ടെ, പല സ്ഥലങ്ങളിലും ആളുകൾ കർത്താവിനെ അറിയും. ഇവിടെ ഒരു നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതും അത്യാവശ്യമായിട്ട് കേൾക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട്. മതപരിവർത്തനത്തിനുള്ള അവകാശം ഒരു വ്യക്തിക്ക് ഒരു മതം ഉപേക്ഷിക്കാനും സ്വമേധയാ മറ്റൊരു മതം സ്വീകരിക്കുവാനുള്ള വ്യക്തിഗത അവകാശത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. ആർട്ടിക്കിൾ 25 വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് വിശ്വസിക്കണം, എന്ത് കാര്യത്തിൽ നമുക്ക് പ്രചരിപ്പിക്കണം, ഏത് തരത്തിൽ പ്രചരിപ്പിക്കണം, എങ്ങനെ ആ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ഇത് കൃത്യമായി ചെയ്യുവാനുള്ള അനുവാദം ആർട്ടിക്കിൾ 25 നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ആരുടെ ഔദാര്യമല്ല. അത് ചിലപ്പോഴൊക്കെ ആളുകൾ പറയാറുണ്ട്, ഇത് ആരാണ്ടൊക്കെ ഔദാര്യമായി ക്രൈസ്തവർക്ക് തരുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ തരുന്ന. അങ്ങനെയല്ല. ഇവിടുത്തെ ഭാരതീയൻ, ഇന്ത്യക്കാരന്, ഇന്ത്യയിൽ ജനിച്ചു വളർത്തപ്പെട്ട ഏതൊരു വ്യക്തിക്കും അവൻ എന്ത് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദം ഇവിടുത്തെ ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട്. ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത്. കാര്യം നമ്മൾ തന്നിരിക്കുന്നതായ ഒരു നിയമ വ്യവസ്ഥിതിയുണ്ട്. ആ നിയമവ്യവസ്ഥിതി ഒരിക്കലും നമ്മൾ ലംഘിക്കാതിരുന്നാൽ മതി. എന്റെ കൈ വീശാൻ എനിക്ക് അനുവാദമുണ്ട്, അത് ബിനോയ് സാറിന്റെ മൂക്കത്ത് തട്ടരുതെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? എനിക്ക് എന്റെ കൈ നീട്ടാനുള്ള അവകാശമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് സ്വാതന്ത്ര്യം? എന്റെ വിശ്വാസത്തെ പ്രഘോഷിക്കാനുള്ള അവകാശവും അനുവാദവും ഞാൻ തന്നെ, അല്ലെങ്കിൽ എന്റെ ഭരണഘടന എനിക്ക് അനുശാസിച്ചിട്ടുണ്ട്, എന്റെ രാജ്യം എനിക്ക് അത് തന്നിട്ടുണ്ട്. അതിന് ആരുടെ ശുപാർശ എനിക്ക് ആവശ്യമില്ല. അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ മാനവികത ഇവിടെ നിലനിൽക്കുന്നത്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ചിലരൊക്കെ പറയാറുണ്ട് വളരെ ഇൻക്ലൂസീവ് ആണ് അവരെന്ന്. അല്ല, എക്സ്ക്ലൂസീവ് ആണ്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോഴും ഈ നമ്മുടെ തമിഴ്നാട്, നമ്മുടെ അടുത്ത സംസ്ഥാനമാണല്ലോ തമിഴ്നാട്ടിൽ കൂടെ ഒരു വിഭാഗം ആളുകൾക്ക്, ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മേൽജാതിക്കാരന്റെ അടുക്കലൂടെ പോകുമ്പോൾ ചെരുപ്പ് ധരിക്കാൻ അനുവാദമില്ല. അവൻ കൈകളിൽ ചെരുപ്പെടുക്കണം. രണ്ടാമത്, അവൻ സൈക്കിളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ മേൽജാതിക്കാരനെ കണ്ടാൽ ഉടനെ സൈക്കിളിൽ നിന്ന് അവൻ ഇറങ്ങുക മാത്രമല്ല, സൈക്കിൾ അവന് എടുത്ത് തോളത്ത് വെച്ചോണ്ട് നടക്കണം. അറിയാമോ? നമ്മുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ്. വലിയ ജനാധിപത്യമൊക്കെ രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അത് നടപ്പിൽ വരുത്തുന്നു. ഞങ്ങള് നാരായൺപൂരിൽ ഈ പ്രാവശ്യം ചെന്നപ്പോൾ കണ്ട ഒരു സങ്കടകരമായ കാര്യം, ഞങ്ങൾക്കൊരു ഗ്രാമത്തിൽ ഭക്ഷണം അവർ ക്രമീകരിച്ചു. ആ ഭക്ഷണം തരാനായിട്ട് പാത്രങ്ങളില്ല. പിന്നെ ഇലകൾ, ചെറിയ ചെറിയ ഇലകൾ കൂട്ടി തുന്നിയിട്ട് പാത്രം പോലെ ആക്കിയിട്ട് അതിനകത്താണ് ഞങ്ങൾക്ക് ചോറും കറികളൊക്കെ അവർ വിളമ്പി തന്നെ. വളരെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതായിട്ടുള്ള ഈ പ്രിയപ്പെട്ടവരുടെ വീടുകളിലേക്ക് യാതൊരു കൂസലും കൂടാതെ മറ്റുള്ളവർ കയറി വന്നിട്ട് സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കാത്ത ആളുകൾ വന്നിട്ട് അവരുടെ വസ്തുവകകളെല്ലാം അപഹരിച്ചു കൊണ്ടുപോയി. അത് കണ്ടിട്ട് പോലും ഇവർക്ക് ഉച്ചരിക്കാനോ ഒച്ചയിടാനോ സാധിക്കാതിരുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യയിൽ. നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നു, നമ്മൾ മതേതരത്വത്തെ കുറിച്ച് പറയുന്നു, നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു, തുല്യതാ നീതിയെ കുറിച്ച് നമ്മൾ പറയുന്നു, സാഹോദര്യത്തെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സമത്വം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതെല്ലാം പ്രിയാമ്പിളില് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ ഇതെവിടെ കിട്ടുന്നു? ആർക്കാ കിട്ടുന്നത്? അപ്പൊ ചില മേലാളന്മാര് അവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ അത് ദേവദാസ് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അവർ തൊടുത്തതായിട്ടുള്ള ചില തിരികൾ അതിപ്പോ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വേദന മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് പാവപ്പെട്ട ദളിതരായിട്ടുള്ള ഗോത്രവർഗക്കാരായിട്ടുള്ള, അവരാരും തന്നെ ഹിന്ദുക്കളല്ലാന്നും കൂടെ ഓർത്തോണം. ഈ ഗോത്രവർഗക്കാര് അനിമിസം എന്ന് പറയുന്ന മതത്തിൽ ഉൾപ്പെട്ടവരാണ്. അനിമിസമാണ് റിലീജിയൻ. അപ്പൊ അനിമിസത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള അവരുടെ മതത്തിലേക്ക് മടക്കി കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് യുക്തി എവിടെയാണ്? അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാനും ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ടുള്ള ഉത്തരവാദിത്വം ഷെക്കിന ചാനൽ പോലുള്ള ചാനലുകൾക്കുണ്ട്. നമ്മൾ വിചാരണ ചെയ്യുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് കേൾക്കും, വിശകലനം ചെയ്യും, ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കും. ഞാൻ ഛത്തീസ്ഗഡിൽ ചെന്നപ്പം അവിടുത്തെ ഒരു പാഠ്യപുസ്തകം, അവിടെ ഞങ്ങള് ഒരു പയ്യനോട്ട് സംസാരിച്ച കൂടുതൽ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുമായിട്ട് സംസാരിച്ച കൂടുതൽ അവൻ ആ പാഠ്യപുസ്തകം എടുത്തോണ്ട് തന്നു. സംസ്കൃത പാഠ്യപുസ്തകം. അത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ചിരി വന്നു. ഞാൻ സംസ്കൃതം പഠിച്ചവനാണ്. അപ്പൊ അതുകൊണ്ട് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഒത്തിരി ചിരി വന്നു. ശാസ്ത്രീയമായ പല കാര്യങ്ങളെയും തമസ്കരിച്ചുകൊണ്ട്, സത്യത്തെ തമസ്കരിച്ചുകൊണ്ട് പലതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ
ഈ ശാസ്ത്രം ഇത്രയും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ലോകത്തിൽ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? നമ്മളത് തുറന്ന് സംസാരിക്കണ്ടേ? വേണം. അതിന് സംവാദ വേദികൾ നമുക്ക് വേണം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആശയങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതിനുള്ള ഒരു മീഡിയ തന്നെയാണ് നമ്മുടെ ഷെക്കീന ചാനൽ. നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റു സഹോദരങ്ങൾ ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവരും ഈ കാര്യത്തെക്കുറിച്ച് ശരിയായ വിധത്തിൽ ബോധം ഉണ്ടാകാൻ ഇടയാകട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത് മുസ്ലിം സഹോദരങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അല്ല, ഇത് ബുദ്ധമതക്കാരുടെയും ജൈനമതക്കാരുടെ എല്ലാം പ്രശ്നമാണ്. ജൈനമതക്കാരും ഈ അടുത്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയത് നമ്മളാരും അധികം നോട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഒരു സംസ്ഥാനത്ത് ജൈനമതക്കാരും ഹൈന്ദവ സഹോദരങ്ങളും കൂടെ അടിയുണ്ടായിട്ടുണ്ട്, വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ക്രൈസ്തവരെ സംബന്ധിച്ച് അവൻ ഒരു ചേട്ടത്ത് അടിക്കുമ്പോൾ മറു ചേട്ട് കാണിച്ചു കൊടുക്കാൻ മാത്രം പഠിച്ചവനായതുകൊണ്ടും ക്രൂശിതനായിരിക്കുന്ന കർത്താവിന്റെ ആ ക്രൂശിത രൂപത്തെ എല്ലായ്പ്പോഴും ഉള്ളിൽ ധ്യാനിക്കുന്നുകൊണ്ടും അവനെ സംബന്ധിച്ച് ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ അവനെ നമ്മൾ പഠിപ്പിക്കുന്നു. അവനത് പഠിക്കുന്നു. അവനറിയാം ഈ ലോകത്തിലെ കഷ്ടങ്ങൾക്കപ്പുറമായിട്ട് നിത്യമായ ഒരു പ്രത്യാശ അവനുണ്ട്. സ്വർഗീയമായ ഒരു രാജ്യം അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ആ രാജ്യത്തിലേക്ക് എത്തുമ്പോൾ കണ്ണുനീരില്ല, കഷ്ടതയില്ല, മുറവിളിയില്ല. അവിടെ ആരും അവനെ ഉപദ്രവിക്കുകയില്ല. അവൻ ദൈവത്തിന്റെ പൊന്മുഖം കണ്ടുകൊണ്ട് യുഗായുഗം വാഴുമെന്നുള്ള വലിയ സന്തോഷം അവന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അവൻ ഈ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അവൻ ഈ വലിയ പ്രത്യാശയുടെ വചനം മറ്റുള്ളവരോട് പറയുന്നത്. അവന് പണം കിട്ടിയിട്ടല്ല. ഞാൻ ഡോക്ടർ വിനിൽ പോളിന്റെ അപ്പോൾ ഫാദർ ഈ അങ്ങനെയെങ്കിൽ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോയുടെ ആ പ്രസ്താവനയെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? പാവങ്ങളെ സഹായിക്കുന്നത് മതപരിവർത്തനമാണെങ്കിൽ ഇതിനെയും ഞങ്ങളത് ചെയ്യും എന്ന് പറയുന്ന ആ പ്രസ്താവനയെ എങ്ങനെ അങ്ങ് വീക്ഷിക്കുന്നു? ഈ മതപരിവർത്തനം എന്നുള്ള അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മനപരിവർത്തനമാണ്, മനുഷ്യർക്കുണ്ടാകുന്ന മാറ്റമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചാനലില് ചർച്ചയിൽ പറഞ്ഞ ബിനോയ് സാർ തന്നെ ആയിരുന്നല്ലോ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. നാരായൺപൂരില് സംഭവിച്ചതായ മാറ്റം എന്തായിരുന്നു? മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ്. അനിമിസത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന അവര് ഗാംബ്ലിങ്ങും മദ്യപാനവും മാത്രമായിരുന്നു അവരുടെ കുലത്തൊഴിൽ. ആ കുലത്തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകള് പന്തയം വെച്ച് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തല്ലിക്കൊന്ന് കുഴിച്ചിടുന്ന ആ വിഭാഗം ആളുകള് സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ മാറ്റം വന്നു. അവന്റെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടായി. അവന് മതം മാറിയില്ല, കാരണം അവനൊരു മതമില്ലാതെ മാറാനായിട്ട്. അവന് ഒരു പുതു മനുഷ്യനായി തീർന്നു. പുതുമനുഷ്യൻ മദ്യപാനം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു, ഗാംബ്ലിംഗ് ഉപേക്ഷിച്ചു. അവൻ കൃഷി ചെയ്യാൻ തുടങ്ങി, സാമൂഹ്യ പ്രതിബദ്ധത. അവൻ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തു. അവൻ വോട്ട് ചെയ്യാൻ പോയി, അവൻ വോട്ട് ചെയ്തു. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അവന്റെ കുടുംബത്തിൽ മാറ്റങ്ങളുണ്ടായി, അവന്റെ മക്കൾക്ക് മാറ്റങ്ങളുണ്ടായി, വിദ്യാഭ്യാസം ലഭിക്കാൻ തുടങ്ങി, അവന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ തുടങ്ങി. ജീവിത പങ്കാളിക്കും മദ്യപാനിയായിരുന്ന ആ സ്ത്രീകൾക്കും അതിൽ നിന്നുള്ള മോചനം ഉണ്ടായി. ഇപ്പൊ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെട്ടു, സാമ്പത്തിക ഭദ്രത ദേശത്തുണ്ടായി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരെ നശിപ്പിക്കണം, ഇല്ലെങ്കിൽ ഇവര് വേറെ ഉയർച്ചയിലേക്ക് പോകുമെന്നുള്ള ആ തെറ്റായ ചിന്ത മറ്റുള്ളവർക്കുണ്ടാകുകയും അവരെ ആക്രമിക്കുകയും ചെയ്തത്. അതൊരു മതപരിവർത്തനമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൺവേർഷൻ എന്ന് പറയുന്നത് എല്ലാ തലങ്ങളിലും നടക്കുന്നുണ്ട്. ജോസഫ് സാറ്, ഞാൻ അദ്ദേഹത്തെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നേരത്തെ കേട്ടിട്ടുണ്ട്, നമ്മുടെ കലക്ടറൊക്കെ ആയിട്ട് ഇരുന്ന ആളാണ്. അപ്പം ജോസഫ് സാറ് പരിവർത്തനം സംഭവിച്ചിട്ടില്ല പല ഭാഗങ്ങളില്. ദേവദാസ് സാറിന് പരിവർത്തനം സംഭവിച്ചിട്ടില്ല. നമുക്കൊക്കെ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് മാനസികമായിട്ടുള്ള പരിവർത്തനമാണ്. മതം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും മതം എന്ന് പറയുന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്ന അനുഷ്ഠാനങ്ങൾ, ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ, പരിശ്രമങ്ങൾ എന്നൊക്കെ. എന്നാൽ മതത്തിന്റെ ആയിട്ടുള്ള അർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമേ അല്ല. അത് നിങ്ങൾക്കറിയാമോ? ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഈ ലോകം ഇട്ടുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് എ റിലീജിയൻ, റാദർ ഇറ്റ് ഇസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത മാർഗമാണ്, ജീവിത വഴിയാണ്, ഒരു സത്യ വഴിയാണ്. എന്താണ്? ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്ന മാർഗമാണ്, അല്ലാതെ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോകുന്നതല്ല. ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്നതാണ്. അപ്പൊ ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്നപ്പോൾ മനുഷ്യനെ കണ്ടെത്താനായിട്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തെരഞ്ഞു രക്ഷിക്കാൻ വന്നവനായ കർത്താവിലേക്ക് മനുഷ്യരെ ചേർക്കുന്നതാണോ തെറ്റ്? അത് തെറ്റാണോ? ആണെങ്കിൽ ആ തെറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം 100% ശരിയായതുകൊണ്ട് പീറ്റർ പിതാവ് പറഞ്ഞതുപോലെ ഞാനും പറയുന്നു, ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, വളരെ വ്യക്തമാണ് ഫാദർ ജോൺസൺ. ഞാൻ ദേവപ്രസാദ് സാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ക്രൈസ്തവ സമൂഹം രാജ്യവ്യാപകമായി എല്ലാവർക്കും വേണ്ടി നടത്തുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, ആതുര ശുശ്രൂഷ മേഖലയിലാകട്ടെ, ഇങ്ങനെയൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് വാസ്തവത്തിൽ ഈ BJP-ക്കാരെ ഭയപ്പെടുത്തുന്നുണ്ടോ?
ശ്രീ ദേവപ്രസാദ് സാർ. BJP-ക്കാർ അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയുടെ ഇന്നത്തെ ഈ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് ക്രൈസ്തവരാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ അവരെ ഒരു ജാതി മതം നോക്കിയല്ലോ വർദ്ധിപ്പിച്ചത്. ഡൽഹിയിൽ നടന്ന ഒരു ഒരു സെന്റ് സ്റ്റീഫൻസിലെ ഒരു ഓൾഡ് ബോയ്സ് മീറ്റിങ്ങിനെ കുറിച്ച് ഒരിക്കൽ വായിച്ചു ഓർക്കുന്നു. അന്ന് നമ്മുടെ ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം പറഞ്ഞു, ഐ ആം നൗ വാട്ട് ഐ ആം ബിക്കോസ് ഓഫ് സെന്റ് സ്റ്റീഫൻസ്. അപ്പോൾ മണിശങ്കരയ്യർ പറഞ്ഞൊരു തമാശ ഉണ്ട്, ബൈ ബ്ലെയിം ദ സ്കൂൾ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇങ്ങനെ ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വലിയ നേതാക്കന്മാരെല്ലാം നമ്മുടെ ഈ അദ്വാനി പഠിച്ചത് എവിടെയാണ്? ഇപ്പൊ വേറൊരു സംഭവം പറഞ്ഞ, ഇപ്പൊ ഗുജറാത്തിൽ മോദി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അന്ന് നമ്മുടെ സ്കൂളുകളെല്ലാം ഉപയോഗിച്ചാണ് അദ്ദേഹം ഗുജറാത്തുകാരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. രാത്രിയിൽ നമ്മുടെ സ്കൂളുകളിൽ അവർക്ക് ഇംഗ്ലീഷിന് പ്രത്യേക ക്ലാസ് മോഡി അറേഞ്ച് ചെയ്യുമായിരുന്നു. അപ്പം അവർ നമ്മളെ ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇങ്ങനെ ഉപദ്രവിച്ചാൽ അവർക്ക് ഹിന്ദുക്കളുടെ സംരക്ഷകർ ഞങ്ങളാണെന്നുള്ള ഒരു ഇത് കിട്ടും. ഹിന്ദുക്കൾ വലിയൊരു പ്രതിസന്ധിയിലാണ്, ഹിന്ദു സമൂഹം വലിയൊരു പ്രതിസന്ധിയിലാണ്. അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടെ മുഴുവൻ, ഇപ്പൊ നമുക്കും ഈ ലോകം മുഴുവൻ കീഴടക്കാന്നൊക്കെ ഉള്ള മുദ്രാവാക്യങ്ങൾ. പക്ഷെ നമ്മൾ അതിനുവേണ്ടി എന്താ ചെയ്യുക? ഇപ്പം 1947 മുതൽ ഈ 75 കൊല്ലം ചെയ്തിട്ട് നമുക്ക് 1% പോലും വർദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതാണ് നമ്മുടെ ഒരവസ്ഥ. നമ്മൾ ചെയ്തിരിക്കുന്ന മുഴുവൻ അതെ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അച്ഛൻ പറഞ്ഞതുപോലെ വളരെ കൃത്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ കൃത്യമാണ്. നമ്മളെ സംബന്ധിച്ച് പീഡനങ്ങളുടെ അവസരങ്ങളിൽ വിശ്വാസത്തോടെ പീഡനങ്ങളെ നേരിടാനും അത് സാക്ഷ്യം വഹിക്കാനും അങ്ങനെയുള്ളവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. കാരണം പീഡനങ്ങളെ സംബന്ധിച്ചത് ഞങ്ങളുടെ മിഷൻ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു ദൗത്യത്തോടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഞങ്ങൾ പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ പാവങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ തല്ലും, ഞങ്ങളത് കൊള്ളും, അത്ര തന്നെ. ഞങ്ങളെ സംബന്ധിച്ച് ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. നേതാക്കന്മാരുടെയും ഒക്കെ ലക്ഷ്യം അത് തന്നെയാണ്. ഇനിയും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ള ദേവപ്രസാദ് സാറിന്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. ഞാൻ അവസാനമായി ശ്രീ MB ജോസഫിനോട് ഒരു ചോദ്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നാഗാലാൻഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പരക്കുന്നുണ്ട്. ഒരു BJP-യുടെ നേതാവ് വോട്ട് ചോദിച്ച് ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പ്രൈസ് ദി ലോർഡ് പറയുന്നു, ഹല്ലേലൂയ പറയുന്നു, സ്തോത്രം പറയുന്നു. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ്. അത് അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യാനികൾ കൂടിച്ചേർന്ന് കൂടുതലായിട്ട് താമസിക്കുന്ന ഇടങ്ങളിൽ പോയി അവർക്ക് അനുകൂലമായ രീതിയിൽ സ്തോത്രമൊക്കെ പറഞ്ഞ് വോട്ട് നേടുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ ഉള്ള ഒരു തരികിട തന്ത്രമാണല്ലോ കേരളത്തിലും ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാര് അരമന കയറി ഇറങ്ങുന്നു, മെത്രാന്മാരുടെ കൈമുത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് നേടാൻ വേണ്ടി. എന്നാൽ ഈ ജയിച്ചു കഴിയുമ്പോൾ അവരിൽ പലരും കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ഒരു നിലപാടും അവർ എടുക്കുന്നില്ല. ഇത് വാസ്തവത്തിൽ ഇത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വലിയ ആശങ്കയാണ്. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ഇത് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ക്രൈസ്തവ നേതാക്കന്മാർ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി കാര്യമായിട്ട് ശബ്ദമുയർത്തുന്നില്ല? അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കന്മാരോടെങ്കിലും ശക്തമായിട്ട് ആവശ്യപ്പെടാൻ സാധിക്കുമോ? എന്റെ അഭിപ്രായത്തില് ക്രൈസ്തവ നേതാക്കളല്ല ക്രൈസ്തവ പീഡനത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. നമ്മുടെ ഈ ഭാരതം എന്ന ഇന്ത്യയില് ക്രൈസ്തവ പീഡനത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് ഹൈന്ദവ രാഷ്ട്രീയ നേതാക്കളും ഇസ്ലാമിക രാഷ്ട്രീയ നേതാക്കളുമാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈന്ദവരെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ടത് ഹൈന്ദവ നേതാക്കളല്ല, അത് ക്രൈസ്തവ നേതാക്കളും മുസ്ലിം നേതാക്കളും. മുസ്ലിമുകളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഹൈന്ദവ നേതാക്കളും ക്രിസ്തീയ നേതാക്കളുമാണെന്നാണ് വിശ്വാസം. അത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ക്രൈസ്തവ നേതാക്കള് ക്രൈസ്തവ പീഡനത്തിനെ പറ്റി സംസാരിക്കുന്നില്ലെങ്കിൽ അത് അതിന്റെ ഒരു മര്യാദയാണ്. മറ്റുള്ളവരാണ് നമ്മളെ പറ്റി സംസാരിക്കേണ്ടത്. നമ്മള് മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതിലൂടെ നമ്മളാണ് സംസാരിക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, ഈ പ്രസംഗികൾ എന്ന് പറയുമ്പോൾ അത് വേദനിപ്പിക്കേണ്ട അത് വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സത്യമാണ്. ഇന്ന് ക്രൈസ്തവരെ RSSലേക്കും അല്ലെങ്കിൽ BJP-യിലേക്കും കൊണ്ടുവരാനായിട്ട് പണം കൊടുത്തും മറ്റുള്ള രീതികളിലും ഒരുപാട് പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 99% ക്രിസ്ത്യാനികൾ അതിലേക്ക് പോകുന്നില്ല. അവർക്കറിയാം ഇന്ന് മുസ്ലിമുകളാണെങ്കിൽ നാളെ നമ്മളായിരിക്കുമെന്ന് അറിയാൻ പോകുന്നില്ല. പക്ഷെ പണം കൊടുത്തുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളും എല്ലാം നടത്തിക്കൊണ്ട് പ്രസംഗികള് ഇവിടെ ഒരു ക്രിസ്ത്യാനികളെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം വിരോധമായിട്ടുള്ള പല
പല മെസ്സേജുകളൊക്കെ പോകുന്നുണ്ട്. ഈ എനിക്ക് ചിരി വരാണ്. 2047 ഇന്ത്യ ഒരു ഇസ്ലാം മതമായിട്ടുള്ള ഒരു രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ ചിരിക്കാതിരിക്കാതെ വയ്യ. കാരണം 1800-900 വർഷം മുസ്ലിം മുഗളന്മാരും തുടങ്ങി എല്ലാവരും മുസ്ലിം ഖിൽജികള്, പിന്നെ ഞാൻ എന്റെ ചരിത്രം പറഞ്ഞു പോവുകയാണ്, എല്ലാവരും ഭരിച്ചിട്ട് 800-900 കൊല്ലമായിട്ട് നമ്മുടെ സമയം അതിക്രമിക്കുന്നു. 20-30% മുസ്ലിമുകളാവുള്ളൂ. 20-23%, അതും അഫ്ഗാനിസ്ഥാൻ തുടങ്ങി 20-23% മുസ്ലിമുകളായുള്ളൂ. ഇനി വരുന്ന 20 കൊല്ലത്തിനകം ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാകുമെന്ന് പറയുന്നത് ഭീതി പടർത്താൻ വേണ്ടിയാണ്. മുസ്ലിമുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ ഇല്ലാതാക്കി പിന്നെ ക്രൈസ്തവർക്കെതിരെ തിരിയാൻ വേണ്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് തീർച്ചയായിട്ടും. പിന്നെ നേരത്തെ അച്ഛൻ പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ അച്ഛൻ. അച്ഛൻ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിക്കുകയാണ്. ഇന്ത്യയിലത്തെ ക്രൈസ്തവ സംഖ്യ 3% ഒന്നും അല്ല. ഈ റിസർവേഷൻ, ഞാൻ 10-12 കൊല്ലം ബീഹാറിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും വളർന്നൊക്കെ വളരെ പരിചയമുള്ള ജോലി ചെയ്ത വ്യക്തിയാണ്. ഒരു കാരണം വളരെ ഭംഗിയായിട്ട് പറയാം, നമ്മുടെ സംഖ്യ 3 ആയിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഈ റിസർവേഷൻ കാരണം സെൻസസിൽ ഒരിക്കലും ഒരു ഷെഡ്യൂൾ കാസ്റ്റ് ക്രിസ്ത്യാനി ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയില്ല. എന്റെ ബാച്ചിൽ തന്നെ പേരെടുത്ത് പറയാം, സാമുവൽ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനി, വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി. അദ്ദേഹം ക്രിസ്ത്യാനി ആയിട്ടല്ല രേഖപ്പെടുത്തുന്നത്, അദ്ദേഹം ഷെഡ്യൂൾ കാസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ 3% എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല, കൂടുതലായിരിക്കും എന്ന്. അതുകൊണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യം വീണ്ടും എടുത്തു പറയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, കേരളത്തിന്റെ ഇന്ത്യ ഈ പോക്ക് പോയാൽ ഇന്ത്യ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ, ലോക ജനതയ്ക്കിടയിൽ നമ്മൾ എല്ലാവരും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും വരാൻ പാടില്ല. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കാം. ഇത് തീരണമെങ്കിൽ ഒരു ഡയലോഗ് വേണം, ചർച്ച വേണം. ആ ചർച്ച തീർച്ചയായിട്ടും ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒരു കാര്യം കൂടി അവസാനം അടിവരായിട്ട് പറയാണ്, ക്രിസ്തു മതം 2000 കൊല്ലമായിട്ട് ഇന്ത്യയിൽ 3%, 4%, 5%, 6% ഉണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മൾ ഇതുവരെ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. റോമില് ക്രിസ്ത്യാനി, യൂറോപ്പിലും മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ക്രൈസ്തവ സഭ വളർന്നത്, ക്രിസ്ത്യാനികൾ വളർന്നത് ഏത് സഭയായിട്ട്? പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്, പെർസിക്യൂട്ടഡ് ആയതുകൊണ്ടാണ്. എവിടെ ക്രിസ്ത്യാനികളെ നമ്മൾ 2000 കൊല്ലമായിട്ട് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇത് അത് വളരെ നന്ദി. ഈ ചർച്ചയിൽ വളരെ സജീവമായിട്ടാണ് നിങ്ങൾ 3 പേർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. അങ്ങ് അവസാനം പറഞ്ഞതുപോലെ ഡയലോഗുകൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ചർച്ചകൾ നടത്തി ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാനും, ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഈ ചുമ്മാ ഒരു തള്ളിൽ കൂടെ മാത്രമല്ലാതെ ഇന്ത്യ രാജ്യം എല്ലാ അർത്ഥത്തിലും മുൻപന്തിയിൽ നിൽക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊക്കെ മറ്റ് ജനവിഭാഗങ്ങളുടെ ഇടയിൽ, മറ്റ് രാജ്യക്കാരുടെ ഇടയിൽ ഒക്കെ ഒരു നല്ല ഒരു അന്തസ്സുള്ള നിലവാരം ഉണ്ടാകാനും അതിനൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കട്ടെ. 3 പേർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി.